നിറമായിട്ടാണ് തോന്നാറുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് അനുഭവം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാരണം പല സമയങ്ങളിലായിട്ടാണ് തൊഴാൻ സാധിക്കാറുള്ളത്. ചിലപ്പോൾ സന്ധ്യയ്ക്ക് ദീപാരാധനയ്ക്ക് ശേഷമുള്ള ആ നിറവായിരിക്കും, ചിലപ്പോൾ ഉച്ചപൂജ കഴിഞ്ഞിട്ടിരിക്കുകയായിരിക്കും, ചിലപ്പോൾ രാവിലത്തെ ആ ഒരു ശുഭമായ സുപ്രഭാതത്തിലാണ്. അപ്പം ഓരോ സമയത്ത് നമുക്ക് ഈ സന്നിധിയിൽ എത്തുമ്പോഴും വല്ലാത്ത ഒരു അനുഭൂതിയാണ് തോന്നാറുള്ളത്. ഇന്ന് ഇവിടെ കുറച്ചു നേരം ഭഗവാന്റെ മഹിമ ഒന്ന് നമുക്ക് ഓർക്കാനുള്ള ഒരു അവസരമാണ് കിട്ടിയിരിക്കുന്നത്. അതിനായിട്ട് ഉള്ള ഒരു ആചാര്യൻ എന്നുള്ള രീതിയിൽ എത്താൻ ഇന്നത്തെ ദിവസം സാധിച്ചതിലുള്ള സന്തോഷം വളരെ കൃതജ്ഞതയോടുകൂടി അറിയിക്കട്ടെ. മഹാദേവൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് കുറച്ചു നേരം ഭഗവത് ചിന്തനം ചെയ്യാനുള്ള സൗഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. വളരെ വർഷങ്ങൾക്ക് മുൻപ്, 20-ലധികം വർഷങ്ങൾക്ക് മുൻപ് അവിടെയുള്ള ഹാളിൽ പ്രതിമാസം ഭഗവത്ഗീത പഠന ക്ലാസ് ഉണ്ടായിരുന്നു. അന്ന് എല്ലാ മാസങ്ങളും നമ്മൾ വന്ന് ക്ലാസ്സുകളൊക്കെ എടുക്കാറുണ്ട്. അതിനുശേഷം വളരെ നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം ഇന്നൊരു ഭക്തി പ്രഭാഷണം എന്നുള്ള രീതിയിലാണ് നമുക്ക് ഒരു അവസരം കിട്ടിയിരിക്കുന്നത്. എന്തു തന്നെ ആയാലും ഭഗവാനെ സ്മരിക്കലാണല്ലോ. അതുകൊണ്ട് അതിനുള്ള ഭാഗ്യം കിട്ടിയതിലുള്ള സന്തോഷം ഒന്നുകൂടി അറിയിച്ചുകൊണ്ട് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് സാധിക്കുന്നത് പോലെ കുറച്ച് ആശയങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാവരും ശ്രദ്ധയോടുകൂടി ഭഗവാന്റെ തത്വത്തെ ഹൃദയത്തിൽ സ്മരിക്കാൻ ശ്രമിക്കണം ഈ ഒരു കുറച്ച് നിമിഷങ്ങളിൽ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. എല്ലാവർക്കും ഇന്ന് നിവർന്നിരിക്കാം. നിവർന്നിരുന്ന് കണ്ണടച്ച് മഹാദേവനെയും നാരായണനെയും പാർവതീദേവിയെയും ശ്രീ മഹാഗണപതിയെയും ഒക്കെ ഭഗവാൻ നന്നായിട്ട് മനസ്സിൽ സ്മരിച്ച് ശരീരത്തിനെയും നമ്മളുടെ പ്രാണചലനങ്ങളെയും ഒക്കെ ഒന്ന് ശാന്തമാക്കി മനസ്സിനെ ഭഗവാന്റെ തത്വം സ്മരിക്കാനായിട്ട് തയ്യാറാക്കണമേ, അതിനനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും ചേർന്ന് ഒരുമിച്ച് 3 തവണ ഓംകാരം ചൊല്ലി, ആ ഓംകാരം തന്നെയാണ് ഭഗവാൻ ശ്രീ പരമേശ്വരൻ. അതാണ് ഞാൻ ആ ശിവനാണ്. ശിവോഹം അഹം ശിവ, ശിവ അഹം. ആ ഒരു ഭാവത്തിൽ എനിക്ക് കുറച്ച് സമയം ഭഗവാന്റെ മഹിമകളെ കേൾക്കാൻ സാധിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അതിൻ്റെ തന്നെ പ്രതീകമായ ഓംകാരം ജപിക്കാം. എല്ലാവരും ഒരുമിച്ച് ഉറക്കെ ഓംകാരം ചെയ്യാം. അതിനുശേഷം ഭഗവാന്റെ 1-2 മന്ത്രങ്ങൾ, നാമങ്ങൾ ചൊല്ലിക്കൊണ്ട് നമുക്ക് തുടങ്ങാം. ഓ ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഗജാനനം ഭൂതഗണാതിസേവിതം കപിദ്ധജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം
നമാമി വിഘ്നേശ്വരപാദപങ്കജം. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. ഓം നമസ്തേസ്തു ഭഗവൻ വിശ്വേശ്വരായ മഹാദേവായ ത്രയംബകായ ത്രിപുരാന്തകായ ത്രികാലാഗ്നികാലായ കാലാഗ്നിരുദ്രായ നീലകണ്ഠായ മൃത്യുഞ്ജയായ സർവേശ്വരായ സദാശിവായ ശ്രീമന്മഹാദേവായ നമഃ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അന്നപൂർണേ സദാപൂർണേ ശങ്കരപ്രാണവല്ലഭേ ജ്ഞാനവൈരാഗ്യസിദ്ധ്യർത്ഥം ഭിക്ഷാം ദേഹി ച പാർവതി. മാതാ ച പാർവതി ദേവി പിതാ ദേവോ മഹേശ്വരഃ ബാന്ധവാ ശിവഭക്താശ്ച സ്വദേശോ ഭുവനത്രയം. ഹര നമഃ പാർവതീപതയേ ഹര ഹര മഹാദേവ. ഹരി ഓം. ശിവാനന്ദ ലഹരിയാണ് വിഷയം തന്നിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് പലർക്കും അറിയുന്നത് പോലെ ശിവാനന്ദ ലഹരി ഒരു മണിക്കൂറൊന്നും നമുക്ക് എവിടെ എത്തിക്കാൻ പറ്റില്ല. കാരണം അത് സൗണ്ട് ക്ലിയറാണ്. 100 ശ്ലോകങ്ങളുള്ളതാണ്. അതുകൊണ്ട് ചുരുങ്ങിയൊരു 100 പ്രഭാഷണങ്ങളെങ്കിലും ചെയ്താലേ നമുക്ക് ഏതാണ്ട് അതിനെ പരിചയപ്പെടുത്താൻ പറ്റുള്ളൂ. പക്ഷെ ഇന്ന് നമുക്ക് ശിവാനന്ദ ലഹരിയെ ആസ്പദമാക്കിക്കൊണ്ട് കുറച്ച് ശിവചിന്തനം ചെയ്യാം എന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഭഗവാൻ എന്താണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ എന്നിൽ കൂടെ പ്രവഹിപ്പിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാം. ശിവ ആനന്ദ ലഹരി, അത് ഒരു തരത്തിൽ നോക്കിയാൽ ഒരു കൃതിയാണ്, ഒരു പുസ്തകമാണ്, ഒരു ഗ്രന്ഥമാണ്. ഭഗവത് പാദരായ ശ്രീ ശങ്കരാചാര്യർ 100 ശ്ലോകങ്ങളിലായിട്ട് ഭഗവാന്റെ തത്വത്തെയും ഭഗവാന്റെ മഹിമയെയും സ്തുതിച്ച ഒരു കൃതിയാണ് ശിവാനന്ദ ലഹരി. അതിൻ്റെ തലക്കെട്ട് തന്നെ, ഹെഡിങ് തന്നെ ഒരുപാട് തരത്തിൽ വ്യാഖ്യാനിക്കാറുണ്ട്. കാരണം 3 പദങ്ങളുണ്ട് അല്ലേ? ശിവ ആനന്ദ ലഹരി. അപ്പോൾ എന്തിനാണ് നമ്മൾ ശിവാനന്ദ ലഹരി പാരായണം ചെയ്യുന്നത്? അത് പാരായണ സ്തുതിയാണ്. പാരായണം ചെയ്യുന്നത് തന്നെ ഒരു ആസ്വാദനമാണ്, സുഖമാണ്, ആനന്ദമാണ്. വായിക്കുന്നതും കേൾക്കുന്നതും പല രീതിയിൽ പാടാൻ പറ്റും. പിന്നെ അതൊരു ഉപാസനയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയ ശ്ലോകങ്ങളാണ്. അതിലുപരി അത് നമ്മളെ ശിവധ്യാനത്തിൻ്റെ ഉത്തുംഗതയിലേക്ക് എത്തിക്കാൻ പ്രാപ്തമായ വാക്കുകളെ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കൃതി നമ്മൾ എന്തിനാണ് അത് പഠിക്കുന്നത് അല്ലെങ്കിൽ പരിചയപ്പെടുന്നത്, ഉപയോഗപ്പെടുത്തുന്നത് എന്ന് തന്നെ ആ വാക്കിൽ നിന്ന് സ്പഷ്ടമാണ്. കാരണം എന്താ? അതൊരു ലഹരിയാണ്, ലഹരി. അപ്പോൾ വാസ്തവത്തിൽ ജീവിതം ഒരു ലഹരിയാണ്. ജീവിതം ലഹരിയാണ്. ജീവിതം ഭാരമാവേണ്ടതല്ല. ദുഃഖഭാരം ചുമന്ന് നടക്കേണ്ട ഒരു എന്താ പറയുക, നമ്മളുടെ ഒരു വിഷം പിടിച്ച ഒരു സാധനമല്ല. പകരം ജീവിതം ഒരു ലഹരിയാക്കണം എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ശങ്കരാചാര്യർ ഈ കൃതിയിലൂടെ. ലഹരി എന്ന് പറഞ്ഞാൽ ലഹരി എന്ന് പറഞ്ഞാൽ നമുക്ക് പലതും ഓർമ്മ വരും അല്ലേ? ലഹരിയിലാണ്. ലഹരിയിലെത്താൻ വേണ്ടിയിട്ട് പല സാധനങ്ങളെയും ഉപയോഗിച്ച് കൃത്രിമമായ ലഹരി ഉണ്ടാക്കാറുണ്ട്. ആ ലഹരിയല്ല. അവിടെ എന്താ ശരിക്കും ലഹരിയിൽ എന്ത് സംഭവിക്കുന്നു? തന്നെ മറക്കുക അല്ലേ? അവിടെ ഞാനില്ല. അപ്പോൾ ഞാൻ എൻ്റെ ദുഃഖങ്ങൾ, എൻ്റെ വേദനകൾ, എൻ്റെ വിഷമങ്ങൾ, എൻ്റെ ഭയങ്ങൾ ഇതൊക്കെ മറക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ അകത്താക്കിക്കൊണ്ട്
കണ്ണിനെയും ചെവിയൊക്കെ വേറെ പല രീതിയിലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കൃത്രിമമായ ഒരു ലഹരി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ആനന്ദം ഉണ്ടാവില്ല. ഇവിടെ എന്താ വേണ്ടത്? ആനന്ദ ലഹരി വേണം. മറ്റുള്ള ലഹരിയിൽ കുറച്ചു നേരത്തേക്ക് സുഖം ഉണ്ടാവും, പക്ഷേ സുഖത്തിനെ തുടർന്ന് എന്തുണ്ടാവും? ദുഃഖം ഉറപ്പാണ്. രണ്ട് ദുഃഖങ്ങൾക്ക് നടുവിലാണ് ഒരു സുഖം വരിക, രണ്ട് സുഖങ്ങൾക്ക് നടുവിൽ ദുഃഖമുണ്ട്. അപ്പോൾ ഈ മാറി മാറി വരുന്ന സുഖം അല്ലല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്, ആനന്ദം ആണ്. ആനന്ദം എന്ന് പറഞ്ഞാൽ മാറാതെ നിൽക്കുന്ന അനുഭൂതി, ആനന്ദം. ആ ആനന്ദമാണ് നമുക്ക് ലഹരി ഉണ്ടാക്കേണ്ടത്. ആനന്ദ ലഹരിയിൽ ആറാണ്. അതിനുള്ളതാണ് ജീവിതം. അത് മനുഷ്യ ജീവിതത്തിലേ സാധിക്കുള്ളൂ. ഇനി എപ്പോഴാണ് ആനന്ദിക്കാൻ നമ്മൾ? അല്ലേ, ഈ ജീവിതത്തിലല്ലാതെ എപ്പോൾ ഞാൻ ആനന്ദിക്കും? വേറെ ഒരു ജന്മത്തിലും സാധിക്കില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ചിരിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ തമാശകൾ, ഒരു ക്രിയേറ്റഡ് ആയിരിക്കുന്ന എന്തെങ്കിലും നാടകീയതൊക്കെ കണ്ട് ചിരിക്കാൻ വേണ്ടി പോയി ചിരിക്കാം, അല്ലേ? അങ്ങനെ കളിക്കാൻ വേണ്ടി കളിക്കാം. അങ്ങനെയല്ല, ഒരു സ്വാഭാവികമായിട്ട് വരുന്ന ഒരു ആനന്ദം നമ്മളിൽ ഉണ്ടാകുമ്പോഴാണ് അത് ലഹരിയായിട്ട് മാറുന്നത്, അല്ലേ? അപ്പോൾ മറ്റുള്ളതൊക്കെ ആനന്ദം പലതരത്തിലുണ്ട്. പഞ്ചദശി എന്നുള്ള ഗ്രന്ഥത്തിൽ 5 തരം ആനന്ദങ്ങളെ ആധാരപ്പെടുത്തിയിട്ട് 5 അധ്യായങ്ങളുണ്ട്. ബ്രഹ്മാനന്ദേ വിഷയാനന്ദം, ബ്രഹ്മാനന്ദേ യോഗാനന്ദം എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും ലഹരി ആനന്ദം എന്താ? ബ്രഹ്മ ആനന്ദം. താൻ തന്നെ ശരിക്കും അറിയുമ്പോഴാണ് ആ ആനന്ദ ലഹരി ഉണ്ടാവുന്നത്. ഇതാണ് നമുക്ക് ജീവിതത്തിൽ ഉണ്ടാവുന്നത്. ഇത് എങ്ങനെ ഉണ്ടാകും? എപ്പോഴും ആനന്ദത്തിൽ ഇങ്ങനെ ലഹരിയില്ല. അപ്പോൾ ഈ ലഹരി എന്ന് പറയുമ്പോൾ തിരമാലകൾ ഇങ്ങനെ വരുന്നത്, അല്ലേ? ലഹർ എന്ന് പറഞ്ഞാൽ തിരമാലയാണ്. ആനന്ദം ഇങ്ങനെ അലയടിക്കണം, അലയടിക്കുന്ന ആനന്ദം. അപ്പോൾ അങ്ങനെ സ്റ്റാഗ്നേറ്റഡ് അല്ല, കെട്ടി നിൽക്കുന്ന വെള്ളം അഴുക്ക് പിടിക്കും, ഒഴുകുന്ന വെള്ളത്തിനാണ് പരിശുദ്ധി. ഇതുപോലെ നമ്മളിലെ ആനന്ദം ഇങ്ങനെ നിറഞ്ഞ് കവിയും, അപ്പോഴാണ് നമുക്ക് ലഹരിയായിട്ട് മാറുക. ഈ ലഹരി ശിവനോട് കൂടി ചേരുമ്പോഴേ ഉള്ളൂ. ശിവൻ മാത്രമാണ് ആനന്ദമായിട്ടുള്ളത്. ശിവ ആനന്ദത്തിലാണ് ലഹരി ഉള്ളത്. അപ്പം നമുക്ക് വേണ്ടത് എന്താ? ജീവിതം ലഹരിയാവണം, അല്ലേ? ലഹരിയിൽ എങ്ങനെ ഇരിക്കാൻ സുഖമാണ്. അപ്പോൾ അത് ആർട്ടിഫിഷ്യൽ അല്ലാതെ, കൃത്രിമമായിട്ടുള്ളതല്ലാതെ സ്വമേധയാ ഉണ്ടാകുന്ന ആ ഒരു ലഹരി നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ ശരിയായ ആനന്ദം നമുക്ക് അനുഭവിക്കാൻ സാധിക്കണം. ആനന്ദത്തിൽ നിന്നുണ്ടാകുന്ന ലഹരിയാണ് എല്ലാ സമയത്തും മാറാതെ നിൽക്കുന്നത്. അതെപ്പോൾ നമുക്ക് സാധിക്കുന്നു? വിഷയങ്ങളോട് ബന്ധപ്പെട്ടിട്ടുണ്ടാക്കുന്ന ആനന്ദത്തിൽ അത് ഇല്ല. ശിവൻ മാത്രമാണ് പരമമായ ആനന്ദത്തെ തരുന്നത്. അപ്പോൾ ആ ശിവനോട് നമ്മൾ ചേരുമ്പോൾ, അല്ലേ? അപ്പോൾ ലഹരിയിൽ തന്നെ മറക്കുമ്പോഴാണ് ലഹരി ഉണ്ടാകുന്നത്. അപ്പോൾ കൃത്രിമമായിട്ട് എൻ്റെ ശരീരത്തെയോ എൻ്റെ വേദനകളെയോ ഒക്കെ മാറ്റാനായിട്ട് നമ്മൾ മരുന്നോ മറ്റ് പദാർത്ഥങ്ങളോ ഒക്കെ സേവിച്ചിട്ടുണ്ടാകുന്ന ഒരു മറക്കലല്ല. ഞാൻ എന്ന വ്യക്തിയെ, എൻ്റെ ധർമ്മങ്ങളെ, എൻ്റെ അനുഭവങ്ങളെ, എൻ്റെ ദുഃഖങ്ങളെ അങ്ങനെ ഒക്കെ അനുഭവിക്കുന്ന ഒരു ഞാനുണ്ട് എന്ന ഇതേ മറന്ന് ആകെ ഒന്നേ ഉള്ളൂ, അത് ശിവനാണ്. ഞാൻ ശിവനാണ്. അപ്പോൾ എൻ്റെ സ്വരൂപത്തിലേക്ക് ഞാൻ എത്തുമ്പോൾ മാത്രമാണ് ആ ആനന്ദം കിട്ടുന്നത്. അതാണ് ശങ്കരാചാര്യൻ്റെ ആ വാക്കിൽ കൂടെ തന്നെ ഓർമ്മിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ശിവൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ശിവം എന്ന് പറഞ്ഞാൽ മംഗളം, അല്ലേ? കല്യാണം, ആനന്ദം. ആ ശിവം, ആ മംഗളം ദുഃഖം തരുന്നത് ശരീരം മുതൽ ശരീരത്തിനോട് ബന്ധപ്പെട്ട എല്ലാം, ശരീരം കൊണ്ട് ബന്ധപ്പെടുന്ന വ്യക്തികൾ, വസ്തുക്കൾ, സാധന സാമഗ്രികൾ എല്ലാം അശിവമാണ്. അതുകൊണ്ട് ആനന്ദം നമുക്ക് കിട്ടില്ല. അപ്പോൾ ശിവനാണ് ആനന്ദം. അപ്പോൾ എനിക്ക് ആനന്ദം, ആത്മാനന്ദം അനുഭവിക്കണമെങ്കിൽ ഞാൻ ആ ശിവനാണ്. ശിവനാണ് ഞാൻ, ഈ അശിവമായ ശരീരം അല്ല. ശിവമായ തത്വമാണ് ഞാൻ. എന്താ അതിൻ്റെ ലക്ഷണം? ആനന്ദം. ശരീരം ദുഃഖം തരുന്നതാണ്, അതെൻ്റെ സ്വരൂപമല്ല, ഇതല്ല ഞാൻ. അപ്പോൾ ഒരു പരമമായ
തത്വത്തെയാണ് ആ തലക്കെട്ടിൽ തന്നെ ശങ്കരാചാര്യർ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ശിവാനന്ദ ലഹരി എന്ന് പറയുമ്പോൾ ഞാൻ ശിവനാണ് എന്ന് എപ്പോൾ നമ്മൾ ഈ മനുഷ്യജന്മത്തിൽ തിരിച്ചറിയുന്നു, അപ്പോൾ ഉണ്ടാകുന്ന ആനന്ദമാണ് പരമമായ ലഹരി. അതിലാണ് ജീവിതത്തിൻ്റെ പൂർണ്ണത. ഇത് അനുഭവിക്കൂ, ഇത് നേടൂ, ഇതിന് ശ്രമിക്കൂ, ഇത് അറിയാനായി തീരുമാനിക്കൂ എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശങ്കരാചാര്യർ അത്യന്ത സുന്ദരങ്ങളായ 100 ശ്ലോകങ്ങൾ ഈ ഒരു കൃതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ശിവ ആനന്ദം എന്ന് പറയുമ്പോൾ മറ്റൊരു തരത്തിൽ ആചാര്യന്മാർ പറയാറുള്ളത് ശിവന്റെ ആനന്ദം. ശിവന് ആനന്ദം എപ്പോഴാണ്? ശിവയോട് ചേരുമ്പോഴാണ്. പാർവതീ ദേവിയെ കുറിച്ച് പറയുമ്പോൾ, പാർവതി ദേവിയെ സ്മരിക്കുമ്പോൾ, നമ്മൾ പാർവതിയെ ഭജിക്കുമ്പോൾ ശിവന് ആനന്ദം. ശിവയ്ക്ക് എപ്പോഴാണ് ആനന്ദം? ശിവനെ സ്മരിക്കും. അപ്പോൾ ശിവന് ശിവയെ ഓർക്കുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം, ശിവയ്ക്ക് ശിവനെ ഓർക്കുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം. അതായത് നമ്മളാകുന്ന ജീവാത്മാക്കള് പരമാനന്ദത്തെ, പരമാത്മ ചൈതന്യമാകുന്ന നമ്മളുടെ സ്വരൂപത്തെ സ്മരിച്ച് 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 സ്മരിക്കുന്നവൻ ഇല്ലാതായി ആ സ്വരൂപത്തിലെത്തുമ്പോൾ ആനന്ദലബ്ധിക്ക് ഇനി എന്ത് വേണം എന്ന് അപ്പോഴേ പറയാൻ പറ്റും. ഇനി ഒന്നും വേണ്ട. മറ്റുള്ളതൊക്കെ നമുക്ക് ഇത്തിരി നേരം സുഖിക്കണമെങ്കിൽ, കുറച്ച് നേരം സമാധാനമായിട്ടിരിക്കണമെങ്കിൽ കുറേ ഇന്ന ആൾക്കാർ വേണം. വേറൊരാൾ വന്നാൽ എൻ്റെ ശാന്തി പോയി, അവരുടെ ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ആകെ ഡിസ്റ്റർബൻസ് ആയി അല്ലേ. എനിക്ക് ഇത്തിരി നേരം ആനന്ദം കിട്ടണമെങ്കിൽ കുറേ സാധന സാമഗ്രികൾ വേണം, സമ്പത്ത് വേണം, സൗഭാഗ്യം വേണം എന്നൊക്കെ കിട്ടുള്ളൂ. ഇതാണെങ്കിലോ ഒന്നും വേണ്ട, ഒന്നുമില്ലാതെ തന്നെ ആനന്ദം. അപ്പോൾ ആ ആനന്ദത്തെക്കുറിച്ച് ആത്മാനന്ദം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അവനവനെ കുറിച്ച് തന്നെ അറിയുമ്പോഴാണ് ഈ പരമാനന്ദം ഉണ്ടാകുന്നത്. അതാണ് ലഹരി. അത് എത്ര നേരത്തെ നമുക്ക് ജീവിതത്തിൽ അറിയാൻ സാധിക്കുന്നു, അപ്പം മുതൽ നമ്മുടെ ജീവിതം തന്നെ ഒരു ലഹരിയാണ്, ആനന്ദലഹരി. അത് കൃത്രിമമല്ല, സ്വതവേ ഉള്ള സ്വതസിദ്ധമായ നമ്മളുടെ സ്വരൂപത്തിൽ ഇങ്ങനെ വിരാജിക്കാൻ സാധിക്കും. അപ്പോൾ അതിനെ നമുക്ക് ഓർക്കണം, ഇതാണ് എൻ്റെ സ്വരൂപം അല്ലേ. അതിനുള്ളൊരു പ്രതീകമാണ് ശിവലിംഗമായിട്ട്, ശിവരൂപമായിട്ട് നമ്മൾക്കുള്ളത്. ഇത് ഒരു വിഗ്രഹം മാത്രമല്ല. ഭട്ടതിരിപ്പാട് ഗുരുവായൂരപ്പനെ കണ്ടപ്പോൾ ഒരു കല്ല് മാത്രമായിട്ടോ വിഗ്രഹം മാത്രമായിട്ടല്ലല്ലോ കണ്ടത് അല്ലേ. ആദ്യം തന്നെ പറഞ്ഞത് സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം എന്നാണ് പറഞ്ഞത്. അത് വെറുമൊരു ശിലയല്ല. അതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുന്ന, നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമ്മൾ ആശ്രയിക്കുന്ന ആ ഒരു ലിംഗം ഈ പരമതത്വത്തിൻ്റെ പ്രതീകമാണ്. അപ്പം ആ പ്രതീകത്തിലൂടെയെങ്കിലും ഈ തത്വത്തെ അറിയൂ, ഞാൻ ശിവനാണ് എന്ന്. ഇത് നമ്മളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 100 ശ്ലോകങ്ങൾ ഉള്ളത്. അപ്പോൾ ശങ്കരാചാര്യരുടെ പ്രത്യേകത എല്ലാവർക്കും അറിയാലോ. അദ്ദേഹത്തിൻ്റെ സംസ്കൃത പദങ്ങളൊക്കെ ഇങ്ങനെ എത്ര വ്യാഖ്യാനിച്ചാലും പിന്നെയും ബാക്കി കിടക്കും. സ്വാമി ചിന്മയാനന്ദജി പറയാറുണ്ട്, ശങ്കരാചാര്യരുടെ ആ ഒരു കാവ്യ ഭാവന അല്ലെങ്കിൽ കവിതാ ശക്തി, അദ്ദേഹം ഗദ്യം എഴുതാനായിട്ട് ഇരുന്നാൽ പോലെ എഴുതി വരുമ്പോഴത്തേക്ക് അത് പദ്യമായി പോകുന്ന. നമ്മളൊക്കെ ഒരു വരി പദ്യം എഴുതാൻ തുടങ്ങിയാൽ അത് ഗദ്യമല്ല ഒന്നും അല്ലാണ്ട് അങ്ങോട്ട് എത്തിപ്പോകും. ശങ്കരാചാര്യർ അറിയാതെ തന്നെ പേന അതിലേക്ക് അങ്ങോട്ട്, കാരണം എങ്ങനെ ഇതായാലും അതൊരു ശ്ലോകമായിട്ട് പിറന്നു വീഴും. അതാണ് ശങ്കരാചാര്യരുടെ സിദ്ധി. അപ്പോൾ അത്യന്ത സുന്ദരങ്ങളായ 100 ശ്ലോകങ്ങളെ കൊണ്ട് ഈ ആനന്ദലഹരിയിലേക്ക് ഈ ഭക്തജനങ്ങളെ ഇങ്ങനെ ഉദ്ധരിച്ച് അതിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് ഈ മഹത്കൃതിയിലൂടെ. അതുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം വ്യാഖ്യാനിക്കാൻ പറ്റില്ല, പക്ഷേ ഈ കൃതി നിങ്ങൾ പഠിക്കണം. ഇതുവരെ വായിക്കാത്തവർ തീർച്ചയായിട്ടും വായിക്കണം. ഇവിടെ തന്നെ പുസ്തകം കിട്ടുന്നുണ്ടാവും, വായിക്കുക. തെറ്റെന്ന് പറഞ്ഞ് വായിക്കാതിരിക്കരുത്. രീതി അറിയില്ല, അതിൻ്റെ വൃത്തം അറിയില്ല, അലങ്കാരം അറിയില്ല എന്ന് പറഞ്ഞിട്ടൊന്നും അത് വായന മാറ്റരുത്. ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നവർ അതിനെ അഗാധമായിട്ട് ചിന്തിക്കുകയും ചെയ്യാം. ഓരോ ശ്ലോകത്തിലും നമുക്ക് ഒട്ടനവധി സന്ദേശങ്ങൾ തരുന്ന ശ്ലോകങ്ങളാണ് ഓരോന്നും. അപ്പോൾ അതിനെ നമുക്ക് ചുരുക്കത്തിലൊന്ന് കാണാം.
കാരണം എല്ലാം ഇതിൽ ശരിക്കും പറഞ്ഞാൽ നാരായണീയത്തിൻ്റെയൊക്കെ ആദ്യം ഒരു ശ്ലോകം പറഞ്ഞ പോലെ ഇതിലും ഒരൊറ്റ ശ്ലോകത്തിൽ ശങ്കരാചാര്യർ അതിൻ്റെ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള വിഷയം പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ആ ഒരു ശ്ലോകം നമ്മൾ നന്നായിട്ട് പഠിക്കുക. പിന്നെ ആദ്യത്തെ ഒരു 10 ശ്ലോകം ഉണ്ട്. 10 വൃത്തങ്ങളിലാണ് പ്രധാനമായിട്ട് ഈ കൃതി എഴുതിയിട്ടുള്ളത്. 10 വ്യത്യസ്ത വൃത്തങ്ങളിലാണ് ഈ 100 ശ്ലോകങ്ങളെ അടുക്കും ചിട്ടയോട് കൂടിയിട്ട് കോർത്തിണക്കിയിട്ടുള്ളത്. അത് ഓരോന്നും നമുക്ക് സംഗീതാത്മകമായിട്ട് ആലപിക്കാം, ഭക്തിപരമായിട്ട് നമുക്ക് ആലപിക്കാം, താത്വികമായിട്ട് ചിന്തിക്കാനായിട്ട് നമുക്ക് വാക്കുകൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് അങ്ങനെ പഠിക്കാം. എന്താണെങ്കിലും അത് പഠനാർഹമാണ്. അതുകൊണ്ട് നമ്മളൊക്കെ പഠിക്കേണ്ട ഗ്രന്ഥമാണ് ശിവാനന്ദ ലഹരി. എന്തിനു വേണ്ടിയിട്ടാണ്? എനിക്കത് പഠിച്ചിട്ട് വേറെ കുറേ പേർക്ക് ക്ലാസ് എടുക്കണം, അതല്ല. എനിക്ക് ആനന്ദലഹരി അനുഭവിക്കാൻ വേണ്ടി, എൻ്റെ ആനന്ദ അനുഭൂതി കണ്ടിട്ട് മറ്റുള്ളവർക്ക് പ്രേരണ തോന്നണം. ഓ, ഇങ്ങനെയൊക്കെ ജീവിക്കാൻ സാധിക്കും, ഭക്തിയെ കൊണ്ട് ഇങ്ങനെയൊക്കെ ഒരു അനുഭൂതി ഉണ്ട്, ഇത് സാധ്യമാണ്. ഭക്തി എന്നുള്ളത് പ്രകടനം മാത്രമല്ല, ഒരു നേരം പോക്കല്ല, ഒരു വൃദ്ധാശ്രമമല്ല. ഭക്തി എന്നുള്ളത് ജീവിതത്തിലെ ആ ഒരു ആസ്വാദനം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉത്തമമായ മാർഗമാണ് എന്ന് ഭക്തരായിരിക്കുന്ന നമ്മളുടെയൊക്കെ ജീവിതത്തിൽ അത് പ്രതിഫലിച്ചാൽ മാത്രമേ നമുക്ക് അടുത്ത തലമുറയോട് ധൈര്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. നിങ്ങളും ജപിക്കൂ, നിങ്ങൾ ക്ഷേത്രത്തിൽ പോവൂ, അല്ലേ? ഇപ്പോഴത്തെ കുട്ടികളോടും ചെറുപ്പക്കാരോടും ഒക്കെ അവർക്കൊന്നും ഭക്തിയില്ല, താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവരെ ഒഴിവാക്കി നിർത്താതെ അവർക്ക് താല്പര്യം വരുന്ന രീതിയിൽ ഇത് പഠിച്ചാൽ എന്താ ഗുണം, ജീവിതത്തിൽ എന്ത് നമുക്ക് നേട്ടമുണ്ട്, എന്ത് സംഭവിക്കും, ജീവിതത്തിൻ്റെ നമ്മളുടെ ആസ്വാദനത്തിലുള്ള നല്ല വ്യത്യാസം നമ്മളുടെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്താലേ മറ്റുള്ളവർക്കൊരു പ്രചോദനമാവും. അങ്ങനെ ആവട്ടെ നമ്മളുടെ ഭക്തി. അപ്പോൾ ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ? ഭഗവാനോടുള്ള ഉത്തമമായ ഉത്കടമായ സ്നേഹമാണ്. ശങ്കരാചാര്യരുടെയും നാരദ മഹർഷിയുടെയൊക്കെ വാക്കിൽ പറഞ്ഞാൽ പ്രേമം, കലർപ്പില്ലാത്ത സ്നേഹം, അതാണ് ഉത്തമമായ ഭക്തി. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഈ സ്വരൂപത്തിനെ നമ്മൾ അറിഞ്ഞാൽ മാത്രമേ നമ്മുടെ ജീവിതം ആനന്ദലഹരിയിലാവും. ഇല്ലെങ്കിൽ നമുക്ക് തന്നെ ജീവിതം ഭാരം, മടുപ്പ്, എന്നെ ആർക്കും ഇഷ്ടമില്ലാന്ന് തോന്നുന്നു, എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല, എന്നോടാരും കുശലം ചോദിക്കുന്നില്ല, എൻ്റെ അടുത്ത് ആരും വന്നിരിക്കുന്നില്ല, എൻ്റെ ജീവിതമൊന്നും ശരിയായില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ നെടുവീർപ്പുകളുടെ ഒരു കൂമ്പാരമായിട്ട് മാറും നമ്മളുടെ വൃദ്ധാവസ്ഥ. അതല്ല നമുക്ക് വേണ്ടത്. കൃതകൃത്യത, തൃപ്തി, സംതൃപ്തിയോട് കൂടിയിട്ടുള്ള ഒരു ജീവിതം നയിക്കാനായിട്ട് എത്രയും വേഗം നമ്മൾ നമ്മുടെ ജീവിതത്തിനെ അതിലേക്ക് കേന്ദ്രീകരിക്കാനാണ് നമ്മുടെ ആചാര്യന്മാരെല്ലാം ഓർമ്മിപ്പിക്കുന്നത്. അത് നമ്മുടെ ജീവിതം ഒരു ലഹരിയാണ്. അപ്പോൾ ലഹരി എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ മറക്കാം, ഞാൻ എന്ന വ്യക്തി, ഞാൻ വ്യക്തി അല്ല, ഞാൻ ആ ശിവനാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു തരത്തിൽ ഒന്നുകിൽ ഇതിനെ തന്നെ നിർഗുണ തത്വമായിട്ട് പരമാത്മ തത്വമായിട്ട് പറയുന്നുണ്ട്. അവിടെ വാക്ക് ബ്രഹ്മം എന്ന് പറയും. അപ്പം ഞാൻ ബ്രഹ്മമാണ്. ബ്രഹ്മം എന്താ? സർവത്ര നിറഞ്ഞിട്ടുള്ളത്, സർവകാലത്തിലുമുള്ളത്, എന്നുമുള്ളത്, മാറാതെ നിൽക്കുന്നത്, ആനന്ദ സ്വരൂപമായിട്ടുള്ളത്, അതാണ് ഞാൻ. അല്ലാതെ മാറിക്കൊണ്ടിരിക്കുന്ന ശരീരത്തിൻ്റെ ഉടമയല്ല, മാറി മാറി അനുഭവിക്കുന്ന വ്യക്തിയല്ല, മാറ്റങ്ങൾക്ക് വിധേയമായ പദാർത്ഥങ്ങളെ കൊണ്ട് കിട്ടുന്ന സുഖം അനുഭവിക്കുന്ന വ്യക്തിയുമല്ല. ഞാൻ ഇതിൽ നിന്നൊക്കെ അതീതമായ ബ്രഹ്മമാണ്, ബോധമാണ്. ഇത് അറിയാം. നോക്കൂ, അത് ആ രീതിയിൽ അവിടെ നാമങ്ങൾ, രൂപങ്ങൾ, അർച്ചന, പൂജ, പ്രദക്ഷിണ, നമസ്കാരാദികൾ ഒന്നുമില്ലാതെ ആ ആത്മതത്വത്തെ അറിഞ്ഞവരുടെ ജീവിതവും ആനന്ദലഹരിയിലാണ്. അതും ശങ്കരാചാര്യര് ഒരു ലഘുകൃതിയിൽ വിവരിച്ചിട്ടുണ്ട്. കുറച്ച് പേരെങ്കിലും അത് വായിച്ചിട്ടുണ്ടാകും. ജീവൻ മുക്താനന്ദ ലഹരി. അതും ലഹരിയാണ്. ആർക്കാപ്പോൾ ശരിക്കും ലഹരി ഉണ്ടാകുന്നത്? ജീവൻ മുക്തന് ആനന്ദ ലഹരി. എന്താ ജീവൻ മുക്തൻ? ജീവിച്ചിരിക്കെ തന്നെ ഞാൻ മുക്തനാണ്, ഞാൻ നിത്യശുദ്ധ ബുദ്ധ മുക്ത പരമാത്മ സത്യമാണ് എന്ന പരമതത്വത്തെ അറിഞ്ഞവൻ മുക്തൻ, അവൻ ആനന്ദം. അവരും ലഹരിയിലാണ്, അല്ലേ? അതേ അപ്പോൾ ആ ജീവൻ മുക്തൻ എവിടെ ജീവിച്ചാലും, ഏത് നഗരത്തിലാണെങ്കിലും, ഏത് ചെറ്റക്കുടിലാണെങ്കിലും,
ഏത് ശത്രുവിൻ്റെ നടുവിലാണെങ്കിലും, എത്ര ആകർഷണങ്ങളുടെ നടുവിലാണെങ്കിലും, ഒറ്റപ്പെട്ട കാട്ടിലാണെങ്കിലും, എവിടെയാണെങ്കിലും ആനന്ദലഹരി, ആനന്ദം ആനന്ദം ആനന്ദം, ഒന്നുമില്ല. അത് തന്നെയാണ്. യോഗരതോ വാ ഭോഗരതോ വാ സങ്കരതോ വാ സംഘവിഹീനഃ യസ്യ ബ്രഹ്മണി രമതേ ചിത്തം നന്ദരി 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 ഏവ എന്ന് ശങ്കരാചാര്യ തന്നെ ഭജഗോവിന്ദത്തിൽ അങ്ങനെയുള്ള യതിവര്യന്മാരുടെ അനുഭവത്തിനെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അവരെന്താ ജീവൻ മുക്താനന്ദ ലഹരി അനുഭവിക്കുന്നു. അതിന് ഒരു പഠനവും വേണ്ട, ഒന്നും വേണ്ട. ഞാൻ ആ ജീവൻ മുക്തനാണ് എന്ന തിരിച്ചറിവ് മതി. ഇനി അങ്ങനെ എനിക്ക് ബോധമാണ്, ആനന്ദമാണ് എന്നൊന്നും ചിന്തിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ വേണ്ട, എനിക്ക് ദേവിയാണ്, എനിക്കൊരു ദേവി ഉപാസന ഇഷ്ടം, ഞാൻ ദേവിയുടെ ആരാധകനാണ്, എനിക്ക് ഭക്തി മതി, ഭക്തി മതി. പക്ഷെ അത് ഭക്തി ആകണം. എൻ്റെ അവിടെ ഭക്തിയിൽ പറയുന്നത്, ശങ്കരാചാര്യരെ സംബന്ധിച്ചിട്ട് ഭക്തിയിൽ പറയുന്നത് സ്വസ്വരൂപാനുസന്ധാനം ഭക്തിരിത്യഭിധീയതേ. അവിടെ പറയുന്നത് നിങ്ങൾ പൂജ ചെയ്യുന്നുണ്ടോ, അർച്ചന ചെയ്യുന്നുണ്ടോ, നാമം ചെയ്യുന്നുണ്ടോ, വഴിപാട് കഴിക്കുന്നുണ്ടോ, നൈവേദ്യം കഴിക്കുന്നുണ്ടോ, അന്നദാനം ചെയ്യുന്നുണ്ടോ എന്നൊന്നുമല്ല. നിങ്ങൾ ദേവിയാണ് എൻ്റെ സ്വരൂപം, അഹമിത്യേവ വിഭാവയേ ഭവാനി എന്ന രീതിയിൽ ദേവിയെ ഭാവന ചെയ്തിട്ട് ആദ്യം ദ്യോതത്തെ ടു ഇല്യൂമിൻ ടു ഷൈൻ, ആ സ്വയം പ്രവർത്തിക്കുന്നതും എല്ലാത്തിനെയും പ്രവർത്തിപ്പിക്കുന്നതുമായിരിക്കുന്ന സച്ചിദാനന്ദ ബ്രഹ്മമാണ് ആ ദേവി എന്ന് അറിഞ്ഞുകൊണ്ട് ആ ദിവ്യ ചൈതന്യം ഞാൻ തന്നെയാണെന്ന് അറിഞ്ഞാലും എവിടെ എത്തും? ലഹരിയിലെത്തും. അതിനു വേണ്ടിയിട്ട് ശങ്കരാചാര്യര് 100 ശ്ലോകങ്ങളിലൂടെ എഴുതി തന്നതാണ് സൗന്ദര്യ ലഹരി. സൗന്ദര്യം എന്തിനാ സൗന്ദര്യമുള്ളത്? ഏറ്റവും സൗന്ദര്യമാർക്കാം ഭഗവാൻ തന്നെയാണ്. കളങ്കമില്ലാത്ത, മാലിന്യമില്ലാത്ത, പരിമിതിയില്ലാത്ത, അല്ലേ? സൗന്ദര്യതരൂപി സുന്ദരതരം. ആ ഒരു തത്വം തന്നെയാണ് ഏറ്റവും സുന്ദരം. ആ സൗന്ദര്യത്തെ ആസ്വദിക്കാനുള്ള കഴിവ്, ഒരു ശീലം മനുഷ്യ മനസ്സിനുണ്ട്, അല്ലേ? ഞാൻ ഉൾപ്പെടെ സുന്ദരമായത് എന്ത് കണ്ടാലും നമ്മൾ നോക്കും, നമ്മൾ ഇഷ്ടപ്പെടും, സ്വന്തമാക്കാൻ ആഗ്രഹിക്കും, അല്ലേ? അത് ഭഗവാനോടാക്കട്ടെ. അപ്പോൾ ദേവിയുടെ സൗന്ദര്യം ഒരു സൗന്ദര്യധാമമാണ്. അപ്പൊ ഈ ഓരോ അവയവങ്ങളെയും ഇത്ര സുന്ദരമായിട്ട് സൃഷ്ടിക്കാൻ ശക്തിയുള്ള ആ പരമാത്മാവ് എത്ര സുന്ദരമായിരിക്കും, അല്ലേ? അതാണ് ഞാൻ എന്ന് ആ ദേവിയുടെ സൗന്ദര്യത്തിൽ തുടങ്ങി ആ ദേവിയുടെ തത്വം അതാണ് നീ എന്ന രീതിയിൽ അനുഭവിച്ചാലും എന്താവും? ആനന്ദലഹരി. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ഗുരുക്കന്മാരൊക്കെ പറയുന്നത് അതൊക്കെ നിങ്ങൾ ചെയ്തതല്ലേ, നിങ്ങൾ അനുഭവിച്ചോ, പാടിക്കോ, അങ്ങനെ കഷ്ടപ്പെട്ടോളൂ എന്നല്ല, എങ്ങനെയെങ്കിലുമൊക്കെ നമ്മളെ ഈ ചെളിക്കുണ്ടിൽ നിന്ന് രക്ഷപ്പെടുത്തട്ടെ. മനസ്സിലായോ? അപ്പം നമ്മളത് ശ്രമിക്കണം. നമ്മൾ പറയാറുണ്ട് ഈ നരകത്തെ തന്നെ കരകേറ്റേടണേ, ഇങ്ങനെ നമ്മൾ ആടിയാടി പാടിയത് കൊണ്ടായില്ല, അല്ലേ? നരകത്തിലാണ് കിടക്കുന്നത്, ആദ്യം തിരിച്ചറിയണം. അപ്പം എങ്ങനെ ഞാൻ ഈ നരകത്തിൽ പെട്ടു, എന്തുകൊണ്ട് പെട്ടു, പെട്ടത് എങ്ങനെയാണെന്ന് അറിഞ്ഞാൽ കയറേണ്ടത് എങ്ങനെയാണെന്ന് ചിന്തിച്ചറിയാൻ പറ്റും, അല്ലേ? അവിടേക്കാണ് നമ്മളെ ശ്രദ്ധിക്കുന്നത്. എന്തുകൊണ്ടാണ് പെട്ടത്? ശങ്കരാചാര്യരെ പറയാൻ തുടങ്ങിയാൽ നമുക്ക് എവിടെയും എത്തില്ല. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അണുവേ എത്തുള്ളൂ, അല്ലേ? അത്രയ്ക്കധികം നമുക്ക് ഭക്തി ഗ്രന്ഥങ്ങൾ തന്ന് അനുഗ്രഹിച്ചിട്ടുണ്ട് ശങ്കര ഭഗവത്പാദൻ. നമ്മളൊക്കെ എങ്ങനെയാണ് അതിൽ പെട്ടത്? അതും ശിവനെ തന്നെ പുകഴ്ത്തിക്കൊണ്ട് പറയുന്നത്. ആദോ കർമ്മപ്രസംഗ കലയതി കലുഷം മാതൃകുക്ഷൗ സ്ഥിതമ്മ വിന്മൂത്രാമേധ്യമധ്യേ കൊതയതി നിധര ജാഠരോ ജാതവേദാ യദ്യദ്വൈ തത്ര ദുഃഖം വ്യഥൈരി നിതരാം ശക്യതേ കേന വക്തും ക്ഷന്തവ്യോ മേ പരാധ ശിവ 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 ഭോ ശ്രീ മഹാദേവ ശംഭോ. ഹേ ശിവനെ, അവിടുത്തെ മറന്നതുകൊണ്ടാണല്ലോ ഈ മാതൃകക്ഷിയിലുള്ള ഗർഭവാസം, അത്യന്തം ദുഃഖജടിലമായ ഗർഭവാസവും അതിനെ തുടർന്നുള്ള ജന്മവും ദുഃഖം നിറഞ്ഞ ബാല്യവും അഹങ്കാരം നിറഞ്ഞ യുവത്വവും പരാതികൾ നിറഞ്ഞ വൃദ്ധാവസ്ഥയും ഒക്കെ എനിക്ക് വേണ്ടി വരുന്നത്. ഇനി അത് ഞാൻ ആവർത്തിക്കില്ലേ
എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗർഭസ്ഥനായിട്ടിരുന്ന നമ്മളൊക്കെയാണ് പുറത്ത് വന്നപ്പോൾ എന്തായി, അതൊഴികെ ബാക്കി എല്ലാം ഓർമ്മയാണ്. അത് മാത്രം നമുക്ക് ഓർമ്മയുണ്ടാവുന്നില്ല. അപ്പോൾ അവിടെ പറയുന്നു എന്തുകൊണ്ട് ഞാൻ അതിനകത്ത് പെട്ടു എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് അതിൽ നിന്ന് കരകയറാൻ എന്താ വഴി. അപ്പോൾ ഞാൻ ശിവനെ മറന്നത് കൊണ്ടാണ് ഇങ്ങനെ പെട്ടത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്ത് ചെയ്യാൻ, ശിവനെ ഓർക്കാം അല്ലേ. അപ്പോൾ വിഷ്ണുവിൻ്റെ ഭരണത്തെ പറയും, യസ്യ സ്മരണമാത്രേണ ജന്മസംസാര ബന്ധനാൻ വിമുച്ചതേ നമസ്തസ്മൈ വിഷ്ണവേ പ്രഭവിഷ്ണവേ അല്ലേ. ഈ വിഷ്ണുവിനെ ഞാൻ മറന്നു, ഞാൻ വിഷ്ണുവാണെന്ന് മറന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു, ഞാൻ ജീവനാണ്, ഞാൻ വ്യക്തിയാണ്, പുരുഷനാണ്, സ്ത്രീയാണ്, ബ്രാഹ്മണോഹം പുരുഷോഹം എന്നൊക്കെ ആലോചിച്ചു. അല്പത്തേക്ക് ഞാൻ വിഷ്ണുവാണ് എന്ന് തന്നെ സ്മരിക്കാം. അതുപോലെ ശിവഭക്തിയിൽ നമ്മളോട് പറയുന്നത് ഞാൻ ശിവനാണെന്ന് സ്മരിക്കാം. ആ സ്മരണയാണ് പ്രധാനം. അപ്പോൾ ഭക്തി ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എന്താ, സ്മരണ. നമ്മൾ എന്ത് ചെയ്യുന്നു, എത്ര നേരം ചെയ്യുന്നു, എന്തെല്ലാം സാധന സാമഗ്രികളെ കൊണ്ട് ചെയ്യുന്നു എന്നുള്ളതല്ല, എത്രമാത്രം ആത്മാർത്ഥമായിട്ട് ഞാൻ സ്മരിക്കുന്നു. ആരെ? എന്നെ തന്നെ, എൻ്റെ സ്വരൂപമായിട്ട് ഞാൻ ഭഗവാനെ സ്മരിക്കുന്നു. അതാണ് ഭക്തി. ആ ഭക്തിയിൽ വരാൻ വേണ്ടിയിട്ടാണ് പല 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 രീതിയിൽ ഒരുപാട് ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഏറ്റവും അധികം വേദാന്ത സ്ഥാപകനും പ്രചാരകനും ഒക്കെ ആയ ശങ്കരാചാര്യർ പോലും അവസാനത്തെ ആ 10-16 കൊല്ലം ഈ ഭക്തിയെ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടും സുസംഘടിതമായിട്ട് സമൂഹത്തിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുമാണ് ക്ഷേത്രങ്ങളും ക്ഷേത്ര ആചാരങ്ങളും അതിൻ്റെ വിധികളും ഇത്രയധികം കാവ്യഗ്രന്ഥങ്ങളും പഠന ഗ്രന്ഥങ്ങളും സമ്പ്രദായങ്ങളും ഒക്കെ ആക്കിത്തന്നത്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതിനെ ഉപയോഗപ്പെടുത്താം. അപ്പം അങ്ങനെ പല ഗ്രന്ഥങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട ഗ്രന്ഥമായിട്ട് പരിഗണിക്കുന്നതാണ് ശിവാനന്ദ ലഹരി പറഞ്ഞത്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഞാൻ ആ ശിവനാണ്, എൻ്റെ ശിവൻ്റെ സ്വഭാവം മംഗളം, ആദ്യന്തഹീനം, ശുദ്ധം, ഏകം, ഇതാണ് ഞാൻ. അപ്പോൾ ഇതിനെ അറിയാൻ വേണ്ടിയിട്ട് ഇതിൽ പ്രത്യേക ഒരു രീതി അദ്ദേഹം അവലംബിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ 100 ശ്ലോകങ്ങളാണ്. അതിൽ ഏതാനും ശ്ലോകങ്ങൾ മാത്രം നമുക്ക് പരിചയപ്പെടാം. അതിൻ്റെ ഉദ്ദേശ താല്പര്യമില്ലാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞതാണ്. ശുദ്ധമായ സ്നേഹം, ഉത്കടമായ സ്നേഹം, പ്രേമം, ഭക്തി. അതുകൊണ്ട് എന്തുണ്ടാകും, താതാത്മ്യം ഉണ്ടാകും. ഞാൻ ഇല്ലാതെ ആ ഭഗവാനോടുള്ള താതാത്മ്യം, അനന്യഭാവം, അത് അനന്യ സ്മരണയിൽ കൂടിയിട്ടാണ് വരിക. അനന്യ ചിന്തനം, അതാണ് ഭക്തിയുടെ അഭ്യാസം. അതിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ നമുക്കത് ഉണ്ടാകും, എങ്ങനെ അത് ഉണ്ടാക്കണം, നമ്മളതെങ്ങനെ നിലനിർത്തണം. അപ്പോൾ ഒരു ഭക്തൻ്റെ സങ്കല്പം എന്തായിരിക്കണം, ഭക്തൻ്റെ എന്താണ് ആഗ്രഹിക്കേണ്ടത്, ഭക്തൻ എന്താണ് അപേക്ഷിക്കേണ്ടത്, ഭക്തൻ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, ഇതൊക്കെ ഇൻഡയറക്റ്റായിട്ടൊക്കെ സൂചിപ്പിക്കുന്നതാണ് ഇതുപോലുള്ള കാവ്യഗ്രന്ഥങ്ങളൊക്കെ. ഇപ്പോൾ മുകുന്ദമാല പോലുള്ള കൃതികളിലൊക്കെ ആണെങ്കിൽ, ഭജഗോവിന്ദത്തിലൊക്കെ വിഷ്ണുവിനെ ഭജിക്കാനുള്ള ശരിയായ രീതികൾ നമുക്ക് കാണിച്ചു. അതുപോലെ ഒരു യഥാർത്ഥ ഭക്തൻ, ഉത്തമ ഭക്തൻ, തീവ്ര ഭക്തൻ. അപ്പോൾ ഭക്തന്മാർ പലതരത്തിലുണ്ട്. പ്രാകൃത ഭക്തൻ, മൂഢഭക്തൻ, മന്ദഭക്തൻ, മധ്യമഭക്തൻ, ഉത്തമഭക്തൻ, തീവ്രഭക്തൻ, അനന്യഭക്തൻ എന്നൊക്കെ. നമ്മളിത് ഏതിൽ പെടുന്നു എന്ന് നമ്മൾ സ്വയം വിലയിരുത്താനും ഏറ്റവും ഉത്തമമായ ജ്ഞാനീ ഭക്തനിലേക്ക്, അറിവ് നിറഞ്ഞ ഭക്തനിലേക്ക് എത്തലാണ് നമുക്ക് വേണ്ടത്. അതിന് എന്താണ് ഉപായം, അതിനെങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നൊക്കെയാണ് ഇത് വിശദീകരിച്ച് പറയുന്നത്. അപ്പം അതിൽ ഏതാനും ശ്ലോകങ്ങൾ മാത്രം പരിചയപ്പെടുത്താം. നിങ്ങളുടെ വീട്ടിലൊക്കെ പുസ്തകം ഉണ്ടാവും, ഇല്ലാത്തവർ പറഞ്ഞതുപോലെ വാങ്ങണം, വായിക്കണം. പല രീതിയിൽ നമുക്ക് വായിക്കാം. എന്നാലും ഒരു സാമ്പിളിന് വേണ്ടിയിട്ട് നമുക്ക് ഏതാനും ശ്ലോകങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധ ചെലുത്താൻ വേണ്ടി മാത്രം ഞാൻ പങ്കുവയ്ക്കാം. അതിൽ 1ാമത്തെ ശ്ലോകം നമ്മൾ അതിൻ്റെ ഹെഡിങ് പറഞ്ഞു, അതെ, പല രീതിയിൽ അർത്ഥം കണ്ടല്ലോ, ശിവ ആനന്ദ ലഹരി. അപ്പോൾ
അത് എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത് ഒന്നാമത്തെ ശ്ലോകത്തിൽ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഒന്ന് വായിക്കാം. പറഞ്ഞ നിങ്ങൾക്ക് നിങ്ങളുടേതായിരിക്കുന്ന രീതിയിലൊക്കെ വായിച്ച് ആസ്വദിക്കാം കേട്ടോ. കലാഭ്യാം ചൂടാലങ്കൃത ശശികലാഭ്യാം നിജതപഫലാഭ്യാം ഭക്തേഷു പ്രകടിതഫലാഭ്യാം ഭവതു മേ ശിവാഭ്യാം അസ്തോ കർതൃഭുവന ശിവാഭ്യാം ഹൃദി പുനർഭവാഭ്യാം ആനന്ദസ്ഫുരദനുഭവാഭ്യാം നതിരിയം. അടുത്ത ശ്ലോകം മുതൽ ഒഴുക്കിൽ അങ്ങോട്ട് വായിക്കാൻ പറ്റും. ആദ്യത്തെ ശ്ലോകം കുറച്ചൊരു വൃത്തം അങ്ങനത്തെയാണ്. അപ്പൊ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കല്ല ഭ്യാം ഭ്യാം. ഇപ്പൊ സംസ്കൃതത്തില് നമ്മുടെ മറ്റു ഭാഷകളെക്കാൾ കുറച്ച് വ്യത്യാസം, ഏകവചനം ബഹുവചനം കൂടാതെ ദ്വിവചനമുണ്ട്. രണ്ടുപേരെ കുറിച്ച് പറയുന്നത് അതാണ് ഭ്യാം അല്ലേ. അപ്പൊ അതിനെന്താ അർത്ഥം? ശിവനെ സ്മരിക്കുമ്പോൾ കൂടെ ആരുണ്ട്? ശിവയുണ്ട് അല്ലേ. പാർവതീദേവിയെ കൂടെ സ്മരിക്കണം. സർവകാലം മഹാദേവന്റെ സന്നിധവും. എവിടെ ശിവനെ സ്മരിക്കുന്നുണ്ടോ അവിടെ പാർവതി. പാർവതി ഉണ്ടെങ്കിൽ ശിവൻ ഉറങ്ങും. എന്താ അർത്ഥം? അവർ തമ്മിൽ വേർപിരിയാൻ പറ്റില്ല. എങ്ങനെ പറ്റാ? അത് തുളസീദാസ് രാമചരിതമാനസന്റെ തുടക്കത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, വേറെ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ഈ ദമ്പതികൾ എങ്ങനെയാണ്? വാക്കും അർത്ഥം പോലെ, വാഗർത്ഥം, വാക്കും അർത്ഥം. ഇപ്പൊ ഞാൻ പൂച്ച എന്ന് പറഞ്ഞാൽ പൂച്ച ഉടനെ രൂപം വന്ന് അർത്ഥവും കിട്ടി അല്ലേ. വാക്ക് വേറെ അർത്ഥം വേറെ പറ്റില്ല. വാക്കുള്ളിടത്ത് അർത്ഥമുണ്ട്, അർത്ഥം കിട്ടുന്നത് വാക്കുണ്ട്. അത്ര അഭിന്നമാണ് പാർവതി പരമേശ്വരൻ. അതുകൊണ്ടാണ് ദാമ്പത്യ ജീവിതത്തിൽ ഇവരെ പോലെ ആവണമെന്ന് ആവർത്തിച്ച് പറയുന്നത്. ദമ്പതികൾ എങ്ങനെയിരിക്കണം? വാക്കും അർത്ഥവും പോലെ, വേർപിരിയാതെ, ശാരീരികമായിട്ട് വേർപിരിയാതിരിക്കാൻ പറ്റില്ല, അങ്ങനെ ജീവിക്കാൻ പറ്റില്ല. പക്ഷേ തമ്മിൽ വേർപിരിയുന്നില്ല അല്ലേ. അപ്പോൾ എവിടെയാണ് ഇത് സാധിക്കുന്നത്? പരസ്പര ധാരണ, പരസ്പരം ഉൾക്കൊള്ളല്, പരസ്പരം ക്ഷമിക്കുക, പരസ്പരം അറിയുക അല്ലേ. അങ്ങനെ ഒരു സ്വാഭാവികമായിരിക്കുന്ന ചേർച്ചയാണ് പാർവതിയും പരമശിവനും തമ്മിൽ ഉള്ളത്. ഇത് തന്നെയാണ് ആത്മാ പരമാത്മാ ഐക്യം. പരമാത്മ ചൈതന്യമില്ലാതെ ഞാനാകുന്ന ആത്മാവിന് നിലനിൽപ്പില്ല. അപ്പോൾ ശിവം ശക്തി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ശിവനിൽ നിന്ന് വേർപെട്ടിട്ട് ശക്തിക്ക് നിലനിൽപ്പില്ല. ശക്തി ഇല്ലാതെ ശിവന് പ്രപഞ്ച സൃഷ്ടിയില്ല. നമുക്ക് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. നേരത്തെ പറഞ്ഞു സൗന്ദര്യലഹരി അദ്ദേഹത്തിൻ്റെ തന്നെ കൃതിയാണ്. സൗന്ദര്യലഹരി തുടങ്ങുന്ന സമയത്ത് അവിടെ എന്താണ്? ശിവശക്തിയുക്തോ യതി ഭവതി അല്ലേ. അപ്പോൾ പാർവതി ദേവിയെ കുറിച്ച് സ്മരിക്കാൻ തുടങ്ങുമ്പോൾ ശങ്കരാചാര്യ ആദ്യം ആരുടെ പാരായണത്? ശിവശക്തിയുക്തോ അല്ലേ. ഇവിടെ ശിവനെ കുറിച്ച് സ്മരിക്കാൻ തുടങ്ങുമ്പോഴോ കലാഭ്യാം ചൂടാലങ്കൃത ശശികലാഭ്യാം നിജ തപഫലാഭ്യാം. ഇവരെങ്ങനെ ഒന്നായി? ബാഹ്യമായിട്ടുള്ള ആകർഷണമല്ല, പരസ്യം കൊടുത്ത് ചെയ്യുന്നതല്ല, കണ്ടീഷൻ വെച്ചിട്ടൊന്നായതല്ല. ഇത്ര പവൻ തന്നാൽ, ഇത്ര വീടും കാറും ഒക്കെ തന്നാൽ സ്വീകരിക്കാം അല്ലേ, ഇതൊക്കെ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ഒഴിവാക്കാം, അങ്ങനെയുള്ള ഒന്നല്ല. എങ്ങനെ ഇവർ ഒന്നായത്? നിജ തപഫലാഭ്യാം. രണ്ടുപേരും പരസ്പരം തപസ് ചെയ്ത് നേടിയതാണ്. പാർവതി പരമശിവനെ തപസ് കൊണ്ടാണ് തൃപ്തിപ്പെടുത്തിയത്. കാരണം പരമശിവന് വേറെ ഒന്നും വേണ്ട, പരമശിവനെ ആകർഷിക്കാൻ വേറെ ഒന്നും കൊണ്ടും പറ്റില്ല. പാർവതിയുടെ സൗന്ദര്യമൊക്കെ ത്രിലോകങ്ങളിൽ പ്രശസ്തമാണ്. പക്ഷെ ശിവൻ അതൊന്നും കാര്യമൊന്നുമില്ല. പല സൗന്ദര്യത്തിൽ താല്പര്യമൊന്നുമില്ല, ഒന്നിലും താല്പര്യമില്ല. അപ്പൊ ശിവന് എന്തിനാ താല്പര്യം? തപസ്സിലൂടെ മാത്രമേ ശിവനെ പ്രീതിപ്പെടുത്താൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് പാർവതി പഞ്ചാഗ്നി മധ്യത്തിലൊക്കെ ഇത്രയും തീവ്രമായ തപസ് ചെയ്തത്. കാളിദാസനൊക്കെ വ്യാഖ്യാനിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്ക് ശിവനെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? തപസ് ചെയ്യണം. ഭോഗങ്ങളുടെ നടുവിൽ ശിവനെ കിട്ടില്ല. നിറച്ച് ഭോഗം, നമ്മൾ അന്നദാനങ്ങളും പ്രസാദങ്ങളും സുഖ സൗകര്യാദികളും അത്യാവശ്യം കുറച്ച് പാരായണങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ കൂടിയിട്ട് ഞാൻ ശിവനാണ് എന്ന് ധ്യാനിക്കാൻ സാധ്യമല്ല. തപസ് എന്താ? ത്യാഗം. ഇഷ്ടമുള്ളതിനെയൊക്കെ ത്യജിക്കുമ്പോഴേ തപസ്സാണ്. അതിലൂടെയാണ് പാർവതി
ശിവനോ, ശിവനും പാർവതിയെ ഒരിക്കലൊരു തപസ്സായി. ശിവനും അതെ, കാരണം ശിവന് താല്പര്യമില്ല ശരിക്കും, അല്ലേ? അങ്ങനെയൊന്നും ഇതില്ല. അപ്പൊ ശിവന് താല്പര്യം ഉണ്ടാക്കി ശിവന്റെ മനസ്സിനെ കൊണ്ട് ഇളകി മറിച്ച് ശിവൻ പിന്നെ അങ്ങോട്ട് നോക്കിയത് കൊണ്ട്, കൃപയോടുകൂടി ഭരിച്ചത് മാത്രമാണ് പാർവതി ദേവി സ്വന്തമായത്. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? എപ്പോഴാണ് നമ്മളുടെ ജീവിതം ആനന്ദലഹരിയിലാക്കാൻ പറ്റുക? ഇതുപോലെ ശിവപാർവതിമാരെ പോലെ ജീവിക്കുന്ന ഭാര്യാഭർത്താക്കന്മാരാണ്. അങ്ങനെ സന്തതികളെ ഉൽപ്പാദിപ്പിക്കണം. അങ്ങനെ രീതിയിൽ മക്കളെ വളർത്തിയിട്ട് അങ്ങനെയുള്ള കുടുംബജീവിതം നയിച്ചാൽ കുടുംബത്തിൻ്റെ ബഹളങ്ങളിലും പോരായ്മകളിലും വിഷമങ്ങളിലൊക്കെ ഇരുന്നിട്ടും നമുക്ക് ആനന്ദലഹരിയിലാണ്. അതല്ലെങ്കിലോ ഇതൊക്കെ നിറവാണെങ്കിലും നമ്മുടെ ഉള്ളിലിരുന്നിട്ട് നമുക്ക് ദുഃഖമായി. അപ്പോൾ ഈ ആദ്യത്തിൽ തന്നെ അതാ പറഞ്ഞത്, കലാഭ്യാം. കല എന്ന് പറഞ്ഞാൽ ഓരോ വാക്കിന് പറഞ്ഞതേ അനവധി അർത്ഥങ്ങൾ കണ്ടെത്തണം. കല എന്ന് പറഞ്ഞാൽ എന്താ? കലകൾ, ആർട്ട്, അല്ലേ? മറ്റൊരർത്ഥമുണ്ട് അംശം, ഒരു ഭാഗം, അല്ലേ? ആർട്ടുമുണ്ട്, പാർട്ടമുണ്ട്, രണ്ടും കല. അപ്പോൾ കലകളുടെ ദേവനാണ്, കലകളുടെ ദേവിയാണ്. വാസ്തവത്തിൽ നിരംശനാണ്, പക്ഷേ എല്ലാ അംശങ്ങളും, അല്ലെ? അപ്പൊ ശിവഭക്തനെ സംബന്ധിച്ചിട്ട് എന്താ? മാതാമേ പാർവതി ദേവി പിതാദേവോ മഹേശ്വര ബാന്ധവാ ശിവഭക്താശ്ച സ്വദേശോ ഭൂരത്രയം. അപ്പോൾ എല്ലാം ശിവാംശമായിട്ടാണ് നിലനിൽക്കുന്നത് എന്ന് ശിവഭക്തൻ തിരിച്ചറിയുന്നു. ദേവിയിലോ എല്ലാം ദേവി തന്നെ, അല്ലേ? വിഷ്ണുഭക്തൻ തിരിച്ചറിയുന്നത് എന്താ? ജലേ വിഷ്ണു, സ്ഥലേ വിഷ്ണു, വിഷ്ണുരാകാശമുച്ചതേ, സ്ഥാവരം ജംഗമം വിഷ്ണു, സാർവ ജഗത്ത് വിഷ്ണുമയം. അപ്പൊ അവരുടെ കലകളാണ് ഈ കാണുന്ന ജഗത് സൃഷ്ടിയൊക്കെ. പിന്നെന്താ ഈ കല? വേറെ എന്താ? ചൂടാലങ്കൃത ശശികലാഭ്യാം. അവിടെ കല എന്താ? ശശികല, അല്ലേ? ശശികല. ചന്ദ്രനിൽ കളങ്കമുണ്ട് എന്ന് പറയും. ഇവിടെ ചന്ദ്രകലയെ സ്വീകരിച്ച ഭഗവാൻ ആ കളങ്കിതനായ ശുദ്ധനായ ശിവനാണ്. എന്താ ചന്ദ്രകല? ചന്ദ്രകല വൃദ്ധിക്ഷയങ്ങളുള്ളതാണ്. വൃദ്ധി ഉണ്ടെങ്കിൽ ക്ഷയമുണ്ട്. ഇതാര് അറിയുന്നുവോ അവന് ദുഃഖമില്ല. ജീവിതത്തിൽ കിട്ടുന്ന ചൂട്, തണുപ്പ്, നഷ്ടം, ലാഭം, സുഖം, അസുഖം, ആരോഗ്യം, അനാരോഗ്യം എന്നിത്യാദികളൊക്കെ മാറ്റത്തിന് വിധേയങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് അതിൽ നിന്ന് മാറാത്ത ആനന്ദം പ്രതീക്ഷിച്ചുകൂടാ. ഞാൻ ശിവൻ ഇതിനെല്ലാം അറിയുന്ന, പ്രകാശിപ്പിക്കുന്ന സനാതന ബോധമാണ് എന്ന് അറിയുന്ന പുരുഷനും സ്ത്രീയും ശാന്തം, അവരാനന്ദം അനുഭവിക്കും. അതിനെ ഓർമ്മിപ്പിക്കാനായിട്ട് എന്ത് ചെയ്തു? രണ്ടുപേരും അത് തലയിലെടുത്ത് ചൂടി, അല്ലേ? സാധാരണ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഡ്രസ്സിങ് ഡിഫറൻ്റ് ആയിരിക്കും, വേറെ തരത്തിലായിരിക്കും. ഇവർ പലതും ഒരുപോലെയാണ്, അല്ലേ? ഒരേപോലെയാണ് രണ്ടുപേരുടെയും. പല കൃതികളിലും ശങ്കരാചാര്യ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഒരേ തരത്തിലുള്ള കണ്ണ്, ഒരേ തരത്തിലുള്ള ഹെയർ സ്റ്റൈല്, ഒരേ തരത്തിൽ ചന്ദ്രക്കല ചൂടിയിട്ട്. എന്താ അർത്ഥം? അതൊക്കെയാണ് മെയ്ഡ് ഫോർ ഈച്ച് അതർ, പരസ്പരം. അപ്പോൾ അവിടെ പരമ പ്രേമത്തിൽ എന്തുണ്ടാകുന്നു? എൻ്റെ സുഖത്തിന് വേണ്ടി ആ വ്യക്തി എനിക്ക് ഇങ്ങനെ എന്ത് ചെയ്യുന്നു എന്നല്ല, ആ വ്യക്തിയുടെ സന്തോഷത്തിന് വേണ്ടി ഞാൻ എന്തുമാത്രം സമർപ്പണം ചെയ്യുന്നു, അല്ലേ? ഇന്ന് നമ്മുടെ വീടുകളിൽ അതുണ്ടോ? ബന്ധങ്ങളിൽ അതുണ്ടോ? സ്വാർത്ഥത വർദ്ധിച്ചിരുന്നത് ശിവനും ഇല്ല, ശക്തിയില്ല. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നു? എൻ്റെ സുഖത്തിന് വേണ്ടിയിട്ട് അവർ ത്യജിക്കട്ടെ. ഞാനും ഒരു വീട്ടിൽ നിന്ന് വന്നതല്ലേ, ഞാനും ഇത്ര കൊണ്ടുവന്നതല്ലേ, ഞാനും പഠിച്ചിട്ടുള്ളതല്ലേ, എനിക്കും ജോലിയുള്ളതല്ലേ, എനിക്കും സ്വന്തമായിട്ടുള്ള വീടുണ്ടല്ലോ, എനിക്ക് സ്ത്രീധനം തന്നിട്ടുണ്ടല്ലോ, അല്ലേ? അപ്പൊ പുരുഷനും അത്രയും പറയാനുണ്ട്. അപ്പൊ എൻ്റെ സുഖത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവര് അഡ്ജസ്റ്റ് ചെയ്യട്ടെ എന്നാണ് പറയുന്നത്. എവിടെയാ ശരിയായിരിക്കുന്ന പ്രേമം? അഡ്ജസ്റ്റ്മെന്റ് പോലും കൂടി വേണ്ട, സ്വതസിദ്ധമായിട്ടുള്ള ഉൾക്കൊള്ളലാണ് വേണ്ടത്. അതിനെയാണ് കാണിച്ചു തരുന്നത്. അതെന്താ? രണ്ടുപേരും അറിവിൻ്റെ നിറകുടങ്ങളാണ്. എന്താ? ഇങ്ങനെയൊക്കെ തന്നെയാണ് ലോകം, വൃദ്ധിക്ഷയങ്ങൾ ഉള്ളതാണ്. അതുകൊണ്ട് ഈ ലോകത്തിൽ വിഹരിക്കുന്തോറും
അനിത്യമസുഖം ലോകം എന്നാണ് ഗീതയിൽ ഭഗവാൻ സംസാരത്തിനെ പറഞ്ഞിട്ടുള്ളത്. അത് അനിത്യങ്ങളായുള്ള ലോകത്തിൽ ഭ്രമിക്കുന്നവർക്ക് ആനന്ദലഹരി അനുഭവിക്കാൻ സാധിക്കില്ല. ഞാൻ അനിത്യമല്ല, നിത്യമാണ്, മാറ്റമില്ലാത്തതാണ്. അതുകൊണ്ട് ഞാനാകുന്ന ബോധത്തെയാണ് എനിക്ക് അറിയേണ്ടത് എന്ന് ശിവനും പാർവതീദേവിയും ഒരുപോലെ അവരുടെ ചൂടാലങ്കൃതമായ ശശികലയിലൂടെ ഞങ്ങളെ നോക്കൂ അല്ലേ. അപ്പൊ ശിരസ്, ഒരു മനുഷ്യന്റെ ഉത്തമാംഗമാണ് ശിരസ്. ശിരസ്സിന് അലങ്കാരം എന്താണ്? അറിവ്. ശിരസ്സിന് അറിവ്, അലങ്കാരം അറിവാണ്. പറയില്ലേ, കയ്യിന് അലങ്കാരം ദാനം. അത് കങ്കണധാരണം, വളയിട്ട് കിടക്കലല്ല അലങ്കാരം, ദാനമാണ്. ഇങ്ങനെ ആരാണോ തൻ്റെ തലയെ, തൻ്റെ ബുദ്ധിയെ ഈ നൈമിഷികങ്ങളായിരിക്കുന്ന സുഖഭോഗങ്ങളിൽ നിർത്താതെ ഞാനാകുന്ന ഏകവും പരമവും ചൈതന്യവും ബോധസ്വരൂപവുമാകുന്ന പരമാനന്ദത്തിലേക്ക് ഉറപ്പിച്ചു നിർത്തുന്നത്, അവനാണ് ജ്ഞാനി. അതുകൊണ്ടാണ് ശിവനും പാർവതിക്കും അല്ലെ. അപ്പൊ ശിവൻ എങ്ങനെയാണോ അതുപോലെ തന്നെ പാർവതി. അതാണ് ചൂടാലങ്കൃത ശശികലാഭ്യ. അതുകൊണ്ടോ അവരെപ്പോഴും രണ്ടുപേരും ഈ ത്രിഭുവനങ്ങളിലെ എല്ലാവരെയും, എല്ലാ ഭക്തന്മാരെയും ഭേദമില്ലാതെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. എങ്ങനെ? ആനന്ദം കൊടുത്തുകൊണ്ട്. നമ്മളിലുള്ളതാണ് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുക അല്ലേ. അവർക്ക് ആനന്ദത്തിന് ഒരു കുറവില്ലാത്തത് കൊണ്ട് ആരവരെ സമീപിക്കുന്നു പറയില്ലേ, പാപേഭ്യ പാപ, പാപ്പികളിൽ വെച്ചിട്ട് പാപയായി പോയാലും ഭഗവാന്റെ അടുത്തെത്തിയാൽ ഭഗവാൻ എന്താ തരിക? ഭഗവാന്റെ മുമ്പിൽ പാപമില്ല, പുണ്യമില്ല അല്ലേ, കൃപ മാത്രം. കൃപ. അവര് കൃപാകടാക്ഷം കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുന്നു, ദമ്പതികളാക്കുന്നത് കൊണ്ട്. അപ്പൊ നമ്മൾക്കൊക്കെ മാതൃകയാണ്. ഇങ്ങനെ യാന്ത്രികമായിരിക്കുന്ന വെറുതെ തിരക്ക് പിടിച്ച ജീവിതം, നാടോടുമ്പോ നടുവേ ഓടണ്ടേ എന്ന് പറഞ്ഞ് എന്തിനെങ്കിലുമൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ ഓടി നടക്കുകയല്ല. എന്താ ഈ ജീവിതമാകുന്ന എൻ്റെ ഓട്ടത്തിൻ്റെ ഒരു പ്രധാന ലക്ഷ്യമാവേണ്ടത്? ഇവിടെ ഈ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ്. ഭഗവാന്റെ പ്രപഞ്ചം അതിനെ പ്രകടമാക്കിയിട്ടുള്ളത് ആ ഭഗവത് തത്വത്തെ അറിയാൻ വേണ്ടിയിട്ടാണ് എന്ന് അറിയുക. അതുകൊണ്ട് പറഞ്ഞു, നിജ തപബലാഭ്യാം ഭക്തേഷു പ്രകടിത ഫലാഭ്യാം. എല്ലാ ഭക്തന്മാരിലും ഈ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അസ്തോകം ത്രിഭുവന ശിവാഭ്യാം ഹൃദി പുനർഭവാഭ്യാം ആനന്ദസ്ഫുരത അനുഭവാഭ്യാം. എപ്പോഴാണ് ഈ ആനന്ദം കിട്ടാം? ഉടനെ അല്ലേ. എപ്പോൾ നമ്മൾ ആ ശിവസ്മരണ ഉണ്ടോ അപ്പൊ തന്നെ അല്ലേ. ശിവൻ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ശിവകരം എന്ന് വരും അല്ലേ. ശിവം ശിവകരം ശാന്തം. അപ്പോ ശരിക്കും വലിച്ചു കഴിഞ്ഞാൽ കുറെ കാലം കഴിഞ്ഞിട്ടല്ല കിട്ടുക, ഉടനെ തന്നെ ആനന്ദം കിട്ടും. അങ്ങനെയുള്ള ഭഗവാൻ എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞ് അനുഗ്രഹിക്കുന്നു. ആ അനുഗ്രഹ ശക്തിയുള്ള ഭഗവാനെ ഞാൻ നിർണയിക്കുന്നു. ഇയം നതിഹി, അത് രണ്ടുപേരെയും ഞാൻ ഒരുമിച്ച് തന്നിരിക്കും. അപ്പൊ ഈ ഒറ്റ ശ്ലോകത്തിൽ ഈ ടെക്സ്റ്റിൻ്റെ ഒരു വിഷയം എല്ലാം അതിൽ വന്നു. ഇയം നതിഹി. അപ്പൊ എന്താ ഭക്തിയിൽ പ്രധാനം? ഭക്തി പറഞ്ഞു ഈ പരമ ഐക്യമാണ് വേണ്ടത്. അത് നിരന്തര സ്മരണയിലൂടെയാണ് വരിക. നന്നായിട്ട് നിരന്തരം സ്മരിക്കുന്നതിലൂടെയാണ് വരിക എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇത് പെട്ടെന്ന് നമുക്കുണ്ടാവില്ല. ഒരു സുപ്രഭാതത്തിൽ സംഭവിക്കുന്നതല്ല. കാരണം ഇത് നമുക്ക് ശീലമില്ലാത്തതാണ്. ആ വേറെ ഒരു വിഷയചിന്ത ഇല്ലാതെ നമുക്ക് ഈ ചില വരണമെങ്കിൽ നമ്മുടെ രമണ മഹർഷിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ആജ്യധാരയാ സ്രോതസ്സമം. ആജ്യധാരയുടെ സ്രോതസ് പോലെ നെയ്യ്, വെണ്ണ ഉരുക്കി നെയ്യാക്കിയിട്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഒഴിക്കുമ്പോൾ എങ്ങനെയാണോ ഈ കമ്പി പൊളിയാതെ ഇങ്ങനെ ധാരാപ്രവാഹമായിട്ട് നിർത്തി കഴിഞ്ഞാലും അത് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നത്, ഇതുപോലെ ഒഴുക്കായിട്ട് നമ്മളുടെ ഹൃദയത്തിൽ നിന്ന് ഭഗവാന്റെ സ്മരണ വരുമ്പോഴാണ് അത് അനന്യസ്മരണ. എളുപ്പമാണോ? അപ്പൊ അതിനിടയ്ക്ക് കുറേ ചിന്തിച്ചറിവ് പോകുന്ന അനേകം ചിന്തകൾ വരും. ഇതൊക്കെ മറികടന്ന് നമുക്ക് ഈ ആജ്യധാര പോലെയുള്ള ഒരു സ്മരണ വരണമെങ്കിൽ നമുക്കതിന് പല
അഭ്യാസങ്ങൾ ചെയ്യാം. അഭ്യാസം വൈരാഗ്യങ്ങൾ കൊണ്ട് നേടാക്കാൻ പറ്റാത്തതൊന്നുമില്ല. അപ്പം എന്തൊക്കെ അഭ്യാസം? ഏറ്റവും പ്രധാനം നാമജപം. നാമജപം, കീർത്തനം, സ്തുതി, വ്രതം, പ്രദക്ഷിണം, അതുപോലെ മറ്റുള്ള പൂജാദികളൊക്കെ ഉണ്ട് അല്ലേ? ഭക്തിയുടെ ഒരു പൂജാദിഷു അനുരാഗ, പൂജകളിൽ പങ്കെടുക്കാം, പൂജ ചെയ്യുക, ചെയ്യിക്കുക, അതെല്ലാം ഇതാണ്. അതുപോലെ തന്നെ അതിനേക്കാളും ശക്തമായ ഒന്നാണ് നമസ്കാരം. നമസ്കാരം ഭക്തിയുടെ പൂർണ്ണത എവിടെയാണ്? ആത്മനിവേദനം അല്ലേ? ശ്രവണത്തിൽ തുടങ്ങി സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. എന്താ? എന്നെ തന്നെ നിവേദിക്കാം. ഞാനൊരു വ്യക്തി സമർപ്പിക്കുമ്പോൾ, ഒരു പഴം സമർപ്പിക്കുമ്പോൾ, ഒരു കർപ്പൂരം സമർപ്പിക്കുമ്പോൾ അതൊക്കെ ഏത് ഭാവനയിലായിരിക്കണം? എന്നെ തന്നെയാണ് അവിടെ സമർപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന എൻറ്റിറ്റി വേറെ ഇല്ല, ഞാൻ എന്ന അഹങ്കാരത്തെയാണ് അവിടെ സമർപ്പിക്കുന്നത്. അപ്പോൾ ആദ്യാവസാനം, അതായത് ഭക്തി എന്ന സാധനയുടെ തുടക്കം മുതൽ നമുക്ക് അത് പൂർണ്ണ ലയം വരുന്നത് വരെ വേണ്ടതാണ് നമസ്കാരം. അതിന് നമ്മളെ പ്രാപ്തിപ്പെടുത്തുന്ന, ശക്തിപ്പെടുത്തുന്ന, നമുക്ക് യോഗ്യത ഉണ്ടാക്കി തരുന്ന മറ്റൊരു ശക്തമായ ഉപാധിയാണ് നാമജപം. അതുകൊണ്ടാണ് അനന്തനാമങ്ങൾ, സഹസ്രനാമങ്ങൾ അല്ലേ, ത്രിശതിയായിട്ട്, അഷ്ടോത്തര ശതങ്ങളായിട്ട്, അങ്ങനെ നമുക്ക് അനേകം നാമങ്ങൾ പറഞ്ഞ് ചൊല്ലി അങ്ങനെ നമ്മുടെ മനസ്സിൽ ആ താതാത്മ്യം വരുന്നത്. അപ്പോഴേ തല ഭഗവാന്റെ പാദങ്ങളിൽ കുമ്പിടും. നമസ്കാരം അത്ര എളുപ്പത്തിൽ വരില്ല. മേ ഇതി ഭാവ, ഇതൊന്നും എൻ്റെ, ഈ ശരീരം എൻ്റെ അല്ല, ശരീരം മുതൽ ഞാൻ നേടിയതൊന്നും എൻ്റെ അല്ല എന്ന ഭാവമാണ് ഭക്തിയിൽ വളരെ ആയിട്ട് വേണ്ട ഒരു യോഗ്യത. അത് തന്നെയാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്. സൗന്ദര്യലഹരി അവസാനിക്കുന്നത് നമസ്കാരത്തിലാണ്, ശിവാനന്ദ ലഹരി തുടങ്ങുന്നതേ നമസ്കാരത്തിൽ. അപ്പൊ ഭക്തിയുടെ തുടക്കം എവിടെയാ? ഞാൻ എന്നാ തലയെടുപ്പ് അല്ലേ? ഇപ്പോൾ ചുറ്റുവട്ടത്ത് നിറച്ച ആനകളൊക്കെ അല്ലേ എന്ന തലയെടുപ്പോട് കൂടിയിട്ടൊക്കെ ഞാൻ വരുന്നതല്ലേ, വിജകസന്മാരായിട്ട് അല്ലേ? ഇതുപോലെ ഞാൻ പ്രൗഢോഹം യൗവനസ്ഥോ അല്ലേ, ഞാൻ എത്ര പ്രൗഢനാണ്, ഞാൻ എത്ര കണ്ടതാണ്, ഞാൻ എത്ര നേടിയതാണ്. ഇങ്ങനെ നടക്കും തോറും ആനന്ദലഹരിയൊന്നും നമുക്ക് കിട്ടില്ല, ഒക്കെ ഭഗവാന്റെ. അപ്പോൾ ഒന്നുകിൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ജീവൻ മുക്താനന്ദ ലഹരിയിൽ എത്താം, അതല്ലെങ്കിൽ ശിവനെ നമ്മൾ സ്മരിച്ചിട്ട് ശിവാനന്ദ ലഹരി ആവട്ടെ നമ്മളുടെ ജീവിതം. അപ്പോൾ നമ്മൾ ശിവനെ പറയണം, ശിവന്റെ കൂടെ സദാ പ്രവർത്തിക്കുന്ന ശക്തിയായിരിക്കുന്ന ശിവയെയും ഒരുമിച്ചിട്ടാണ്. അപ്പോൾ ആദ്യത്തെ ശ്ലോകത്തിൽ രണ്ടുപേരെയും ഒരുമിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഇനി ശിവനെ തുടങ്ങുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ 3 ശ്ലോകങ്ങളിലും നമസ്കാരം തന്നെയാണ്. പിന്നത്തെ ശ്ലോകങ്ങളിലെ പ്രാർത്ഥനയുണ്ട്. 4ാമത്തെ ശ്ലോകത്തിലെ പ്രാർത്ഥനയാണ് എന്താ? പദാഭോജ ഭജനം ചിരം യാചി. എന്തിനു വേണ്ടിയില്ലേ? നമ്മുടെ ഓരോരുത്തരടുത്തും പോയിട്ട് ഇങ്ങനെ ആണ് തന്നെ കുമ്പിടുമ്പോൾ എന്തെങ്കിലും നമുക്കൊരു റിക്വസ്റ്റ് ഉണ്ടാവും. എന്തിനാ വന്നത്? സംഭാവനയാണോ അല്ലേ? എന്തെങ്കിലും ഒരു സഹായം ചോദിച്ചിട്ടാണോ? ഒന്ന് കൂട്ടുവരുമോ അല്ലേ? ഒന്നത് പറഞ്ഞു തരുമോ? എന്തെങ്കിലും ഒരു പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കുക. ഇവിടെ ഭക്തൻ എന്താണ് യാചിക്കുന്നത്? അതൊക്കെ പ്രാകൃതികമായിരിക്കുന്ന ഭക്തി പ്രകടനങ്ങളായിട്ടാണ് ഭക്തി ആചാര്യന്മാർ കാണുന്നത്. നമ്മുടെ ഭാഗവതത്തിലും രാമായണത്തിലുമൊക്കെ അനേക സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്നത് യഥാർത്ഥ ഭക്തന്മാരായിട്ടുള്ളവർ പല പശ്ചാത്തലങ്ങളിൽ നിന്ന് വികസിച്ചവരായിരിക്കാം. പക്ഷെ എല്ലാവരും ഭഗവാൻ രാമനായാലും കൃഷ്ണനായാലും ഒക്കെ പ്രത്യക്ഷപ്പെടുമ്പോൾ അവർ ചോദിക്കുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ, നല്ല ഭക്തി നിന്ന് അനുഗ്രഹിക്കും. ഭക്തി ഇല്ലെങ്കിൽ എന്താണ്? ഭക്തിക്കുള്ളതല്ല വേണ്ടത്, ഭക്തി തന്നെ, നല്ല ഭക്തി. അതായത് നമ്മളുടെ ശ്രമം കൊണ്ട് മാത്രം ഉണ്ടാവില്ല, ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കുമ്പോഴാണ് ആ യഥാർത്ഥ ഭക്തി തന്ന് നമ്മൾ അതാണ് യഥാർത്ഥ അനുഗ്രഹം. അതുകൊണ്ട് 4ാമത്തെ ശ്ലോകത്തിൽ ഹരിബ്രഹ്മാദികൾക്ക് പോലും ലഭിക്കാൻ വിഷമമായിട്ടുള്ള ഭഗവാന്റെ സാന്നിധ്യം അല്ലേ, നമുക്കിതാ മമ്മിയൂരൊക്കെ പോലുള്ള സ്ഥലങ്ങളിൽ നമുക്ക് അവിടെയൊക്കെ വരാനും അല്ലേ, അവിടേക്ക് യാത്ര ചെയ്യാൻ പാകത്തുള്ള കാല്
അവിടേക്ക് എത്താനുള്ള പൈസ, അതിനുള്ള വാഹനങ്ങൾ, അതിനുള്ള ആരോഗ്യം, രൂപം കാണാനുള്ള കണ്ണിൻ്റെ ശക്തി, നാമം കേൾക്കാനുള്ള ചെവിയുടെ ശക്തി, നാമം ജപിക്കാനുള്ള ശക്തങ്ങളായ നാവ്, ഇതൊക്കെ തന്നെ ഭഗവാൻ അനുഗ്രഹിച്ചിട്ടുണ്ടല്ലോ. അപ്പം നമ്മൾ എന്താ വേണ്ടത്? തേനാതുഷ്കോർപ്പൺ, അതൊക്കെ അവിടുത്തെ കീർത്തിക്കാൻ തന്നെ ആകട്ടെ, അതിന് എന്നെ പ്രാപ്തമാക്കണേ. അങ്ങനെയുള്ള ഒരു ഭക്തി തന്ന് അനുഗ്രഹിക്കണേ. അല്ലാതെ ഈ ഭക്തി അല്ലാതെ വേറെ കുറേ പദ്ധതികൾ നമ്മുടെ ശാസ്ത്രത്തിൽ തന്നെ പറയുന്നുണ്ട്. തർക്കം, ന്യായം, സ്മൃതി, ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊന്നും തെറ്റല്ല. പക്ഷെ അതിലൊക്കെ കുറേ ശ്രമമുണ്ട്, കുറേ സമയം ചിലവഴിക്കണം, കുറേ അധ്വാനമുണ്ട്, കുറേ ബുദ്ധി വ്യാപാരമൊക്കെ സംഭവിക്കും. എനിക്കതിലൊന്നും താല്പര്യമില്ല. മാത്രമല്ല എനിക്ക് വേറെ ഒരു കഴിവുമില്ല. ഒരുപാട് കൃതികൾ ഉണ്ടാക്കാനോ പ്രസംഗം ഒന്നിനും എനിക്ക് കഴിവില്ല. എനിക്ക് എന്തില്ല, എനിക്ക് പക്ഷെ ഭഗവാൻ എനിക്കിഷ്ടമാണ്, അത് മാത്രം മതിയാണ്. അവിടെ ശങ്കരാചാര്യർ ഒരു ഭക്തൻ്റെ തലത്തിൽ നിന്ന് പറയാണ്, എനിക്ക് വേറൊന്നും അറിയില്ല, മറ്റുള്ള കുറേ ഭക്തന്മാർ അങ്ങേയൊക്കെയോ അല്ലേ, ഒരുപാട് പേര് ഒരുപാട് ക്ഷേത്രം വെച്ച് കൊടുത്തിട്ടും തുലാഭാരം ചെയ്തിട്ടും എങ്ങനെയൊക്കെയോ ഭഗവാനെ പ്രസാദിക്കും. എനിക്ക് അതിനൊന്നും ശക്തിയില്ല. പക്ഷെ എനിക്ക് ഭഗവാനെ സ്നേഹിക്കാൻ പറ്റും, ഇഷ്ടപ്പെടാൻ പറ്റും. അതുകൊണ്ട് എനിക്ക് ആ ഇഷ്ടത്തെ പരിശുദ്ധമായ ഭക്തിയാക്കി മാറ്റിത്തന്നാൽ മതി. അതാണ് ശങ്കരാചാര്യർ പ്രാർത്ഥിക്കുന്നത്. അല്ലേ, ആദ്യത്തെ 10 ശ്ലോകം പറ്റുമെങ്കിൽ ആ 10 ശ്ലോകമെങ്കിലും നിങ്ങളൊന്ന് നന്നായിട്ട് അതിൻ്റെ വാക്കുകളൊക്കെ അർത്ഥമുള്ള പുസ്തകങ്ങളൊക്കെ കിട്ടാനുണ്ടാകും, നോക്കിയാൽ നന്നായിരിക്കും. ഈ 10 വ്യത്യസ്ത വൃത്തങ്ങളിലാണ് 90-ലധികം ശ്ലോകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുള്ളത്. നമ്മുടെ മനോധർമ്മം അനുസരിച്ചൊക്കെ പാടി ആസ്വദിക്കാം. പക്ഷെ പാടുമ്പോഴൊക്കെ ആ ഭഗവാന്റെ രൂപവും തത്വവും ഹൃദയത്തിൽ കാണാൻ ശ്രമിച്ചുകൊണ്ട് നമ്മൾ ആ പാരായണങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് 7ാമത്തെ ശ്ലോകം ഇതാണ് പ്രാർത്ഥന. എന്താ? മനസ്തേ പാദാബ്ജേ നിവസതു, എൻ്റെ മനസ്സ് ഹേ ഭഗവാനെ അവിടുത്തെ പാദകമലങ്ങളിൽ നിവസിക്കട്ടെ. അത് പ്രാർത്ഥിക്കുന്നത് നമ്മൾ ശ്രമിക്കണം. കാരണം മനസ്സിന് ഇഷ്ടം എന്താ? വേറെ പലയിടത്തും പോയിട്ട് വസിക്കാനാണ് ഇഷ്ടം, അല്ലേ? ഈച്ചയെ പോലെയാണെന്നാ പറയാം. അണ്ട മധുരം വെച്ചിട്ടുണ്ടാവും, അവിടെ ചപ്പ് ചവറും ഉണ്ടാവും, എച്ചിലൊക്കെ ഉണ്ടാവും. ഈച്ച അധികം പോയിരിക്കാതില്ല, ചപ്പ് ചവറിലൊക്കെ പോയിട്ട്, അല്ലേ? അവസാനം വന്നിട്ട് ശർക്കരയിൽ ഇരുന്ന് കഴിഞ്ഞാൽ അതിലിരുന്ന് നിന്ന് അതിൽ മതി, അതിൽ പെണ്ണ് ചത്തുണ്ടോ. ഇതുപോലെയാണ് നമ്മുടെ മനസ്സ്. അപ്പം അതിനെ എന്ത് ചെയ്യണം? അവിടുത്തെ പാദങ്ങളിൽ അങ്ങ് വസിപ്പിക്കൂ. എനിക്ക് അതിന് അനുഗ്രഹം തരട്ടെ. എൻ്റെ മനസ്സ് നൈമിഷികങ്ങളായ നശ്വരങ്ങളായ വിഷയഭോഗങ്ങളിൽ വസിക്കാതെ, എൻ്റെ ശരീരത്തിൽ വസിക്കാതെ, എപ്പോഴും ദേഹോഹം, ദേഹബോധം, ദേഹബോധം, എൻ്റെ ആരോഗ്യം, എൻ്റെ വേദന, എൻ്റെ പ്രഷർ, എൻ്റെ ഷുഗർ, എൻ്റെ കൊളസ്ട്രോള്, അല്ലേ, എൻ്റെ മാനസിക ഇത്, എൻ്റെ മറവി, ഇതിനെ തന്നെയല്ല എനിക്ക് ധ്യാനിക്കേണ്ടത്. എന്താ? അവിടുത്തെ രൂപത്തിൽ, അവിടുന്ന് എൻ്റെ മനസ്സ് അവിടുത്തെ പാദങ്ങളിൽ നിവസിക്കട്ടെ. വചഃ സ്തോത്രഭണിതവും, എൻ്റെ വാക്കുകൾ എവിടെ ഇരിക്കണം? നിരർത്ഥങ്ങളെ പലതും പറഞ്ഞ് പകൽ കളയുന്ന നാവായിട്ടേ കണ്ട ഭഗവാൻ, അല്ലേ? എത്ര എളുപ്പമാണ് ശിവ 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 ശിവ, അല്ലേ? പഴയ കാലത്തെ പോലെ ശിവ ശിവ എന്ന് പറഞ്ഞിരുന്നാൽ പോലെ, വയസ്സായാൽ പിന്നെ ഇത്തിരി ശിവ ശിവ എന്ന് പറഞ്ഞിരിക്കണം, അല്ലേ? വയസ്സായാൽ മാത്രമല്ല എപ്പോഴും ശിവ ശിവ തന്നെ, അല്ലേ? അല്ല മംഗളമാണ്, അല്ലേ? പരമാവധി ഭഗവാന്റെ വാക്കുകളെ, പര്യായങ്ങളെ, അതിനാണ് സഹസ്രനാമം, ഇങ്ങനെയുള്ള ശ്ലോകങ്ങളൊക്കെ. അത് എൻ്റെ വാക്കുകൾ അവിടെ ഇരിക്കട്ടെ. കരഹ അഭ്യർച്ചായാം, കരശ്ചാഭ്യർച്ചായാം ശ്രുതിരപി കഥാകർണന വിധൗ. കർണനം, ചെവികൾ. എന്തിനാ? ഭദ്രം കർണേഭിഃ ശൃണുയാമ ദേവാഃ, ഭദ്രം പശ്യേമാക്ഷഭിർനിജത്രാഃ എന്ന് വേദമന്ത്രം ഉദ്ഘോഷിക്കുന്നത് പോലെ തന്നെ ഏറ്റവും ഭദ്രമായതെന്താ? ശിവൻ. ശിവന്റെ കഥ, ശിവന്റെ ഐതിഹ്യം, ശിവന്റെ രൂപം, ശിവന്റെ നാമം, ശിവന്റെ മഹിമ. മഹിമയുടെ ഒരു സ്തോത്രം ഒരു പുഷ്പദണ്ഡൻ എന്നുള്ള കവി എഴുതിയിട്ടുണ്ട്, ശിവമഹിമ്ന സ്തോത്രം. അപ്പൊ ഇങ്ങനെയുള്ളതൊക്കെ കേൾക്കാനായിട്ട് എൻ്റെ കാത് അവിടെ നിവസിക്കട്ടെ, എൻ്റെ കൈകൾ ഭഗവാന്റെ അർച്ചന ചെയ്യാൻ. അപ്പൊ ശിവഭക്തന്റെ ജീവിതം തന്നെ എന്താവണം? ശിവഭക്തന്റെ പ്രവർത്തികളൊക്കെ എന്താ? ശിവനുള്ള അർച്ചനയാണ്. അപ്പോൾ ഏത് തരത്തിൽ വേണം നമ്മൾ നിത്യ നൈമിത്തിക കാരുണ്യ കർമ്മങ്ങളെയൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ ഭാവം എന്തായിരിക്കണം? ശിവായ നമഃ, ശിവായ നമഃ,
ശിവായ നമ. എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്, വീട്ടിന് വേണ്ടിയിട്ടാണ്, ഓഫീസിന് വേണ്ടിയിട്ടാണ്, അല്ല, ശിവന് വേണ്ടിയിട്ടായിരിക്കണം ഉള്ള പൂജനങ്ങളാണ് എൻ്റെ കർമ്മങ്ങളൊക്കെ. എൻ്റെ കൈകളെ കൊണ്ട് ശിവപൂജ ചെയ്യാൻ സാധിക്കട്ടെ. അല്ലാതെ സ്വാർത്ഥപ്രേരിതങ്ങളായിരിക്കുന്ന ധനസമ്പാദത്തിനോ വസ്തുവകകൾ സമാഹരിക്കാനോ ആയിട്ട് ആവരുത്. അതാണ് മറ്റൊരു പ്രാർത്ഥന. തവധ്യാന ബുദ്ധിയോ തവധ്യാനം, ഭഗവാനെ ധ്യാനിക്കണം. അല്ലേ? ബുദ്ധിയെ കൊണ്ട് അറിയാനുള്ള കഴിവുള്ളൂ, ബുദ്ധിക്ക് അറിയാനുള്ള കഴിവുള്ളൂ. ബുദ്ധിക്ക് പലതും അറിയാനുള്ള കഴിവുണ്ട്. സുഖഭോഗങ്ങളെ അറിയുന്നതും ബുദ്ധിയാണ്. പക്ഷേ ആ അറിവോ പിന്നീട് ദുഃഖങ്ങളെ ഉണ്ടാക്കുന്നത്. അതാണ് നമ്മൾ പലപ്പോഴും പ്രത്യേകിച്ച് കുട്ടികളോട് പറയുമ്പോൾ ഓർമ്മിപ്പിക്കാറുണ്ട്. നമ്മുടെ കുഞ്ഞുണ്ണി മാഷ് വളരെ ഒരു സൂത്രരൂപത്തിൽ പറഞ്ഞ നുറുങ്ങ് ജ്ഞാനം. എന്താ? കുട്ടികളെ മുട്ടായിയിൽ ബുദ്ധി വെക്കരുത്. മുട്ടായിയിൽ ബുദ്ധി വെച്ചാൽ ബുദ്ധിമുട്ടായി, മുട്ടായിയിൽ ബുദ്ധി വെച്ചാൽ ബുദ്ധിമുട്ടായി. അല്ലേ? ഈ മുട്ടായികളാണ് എൻ്റെ വീട്. ഒരു വീട് വെച്ചു, ഒരു മുട്ടായി തന്നതാണ്, കുറച്ച് ആരോഗ്യം തന്നു, വേറൊരു മുട്ടായിട്ട് കാണിച്ചു തന്നതാണ്. അതിൽ ബുദ്ധി വെച്ചാലോ ആകെ ബുദ്ധിമുട്ടാണ്. വലിയ തത്വമാണ് മാഷ് പറഞ്ഞത്. അപ്പോൾ ഈ മുട്ടായികളിൽ ദേഹസുഖം, പൈസ, ഫ്ലാറ്റും വില്ലയൊക്കെ വാങ്ങിയിടുക, കാറുകൾ മാറ്റി മാറ്റി വാങ്ങുക, ബാങ്ക് ബാലൻസ് കണ്ടിട്ടിങ്ങനെ, അതിലൊക്കെ ബുദ്ധി വെച്ചാലോ ബുദ്ധിമുട്ടാവും. നമുക്ക് മാത്രമല്ല, നമ്മളെ സഹിക്കുന്നവർക്കുമൊക്കെ ബുദ്ധിമുട്ടാണ്. മറിച്ച് എൻ്റെ ബുദ്ധി എവിടെയെങ്കിലും അങ്ങയുടെ പാദത്തിൽ തവധ്യാനം. അതുകൊണ്ടാണ് ശിവൻ എന്തുകൊണ്ടാണ് ഇത്ര ശാന്തമായിട്ടും ആനന്ദമായിട്ടിരിക്കാൻ എപ്പോഴും ധ്യാനമാണ്. അതുകൊണ്ട് ആ വീട്ടിലെപ്പോഴും ശാന്തിയാണ്. അതിന് തക്കതായിരിക്കുന്ന രീതിയിലാണ് പാർവതി ഗൃഹസ്ഥാശ്രമം അവിടെ നടത്തിക്കൊണ്ടുവരുന്നത്. അത് എനിക്ക് സാധിക്കട്ടെ. നയനയുഗളം മൂർത്തി വിഭവേ. രണ്ട് കണ്ണുകൾ നമുക്ക് തന്നിട്ടുണ്ട്. നല്ലതും ചീത്തയും ഉപയോഗമുള്ളത് ഇങ്ങനെ വേർതിരിച്ച് കാണാൻ വേണ്ടിയിട്ടല്ല. ഭഗവാന്റെ മൂർത്തിയെ അല്ലേ ഇത്ര ശാന്തമായ സുന്ദരമായ അല്ലേ, പല വൈരൂപ്യങ്ങളാണ് ശിവന്റെ മൂർത്തിയിൽ. ശിവന്റെ രൂപം അത് തന്നെ ധ്യാനിക്കാൻ വളരെ നല്ലതാണ്. മാത്രമല്ല അറിയാം, എല്ലാ വൈരൂപ്യങ്ങളെയും പരസ്പര വിരുദ്ധങ്ങളായ പലതിനെയും സ്വയം സ്വീകരിച്ചുകൊണ്ട് ശാന്തനായിട്ടിരുന്നിട്ട് നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നു. വൈരുദ്ധ്യാത്മകമായ ജീവിതത്തിൽ ഇതൊക്കെ ഇങ്ങനെയാണെന്ന് അറിഞ്ഞവന് ശാന്തമായിട്ട് ഇരിക്കാൻ സാധിക്കും. ആ ശിവന്റെ രൂപം വീണ്ടും വീണ്ടും കാണുക, പിന്നെ കാണാതെ തന്നെ കണ്ണടച്ചുകൊണ്ട് ആ രൂപത്തെ ധ്യാനിക്കുക. ആ ഒരു അഭ്യാസമാകട്ടെ. അപ്പോൾ ജട കാണുക, ജടാലങ്കാരം അല്ലേ, പ്രഭാമണ്ഡലമൊക്കെ വെച്ച് കഴിഞ്ഞാൽ വേറൊരു ഇതാണ്. ശിവലിംഗത്തിന് വേറെ ഒരു ഇതാണ്. സ്വയംഭൂമുണ്ട്, ദക്ഷിണാമൂർത്തിയായിട്ടുണ്ട്, നടരാജനായിട്ടുണ്ട്. അങ്ങനെ പല പല രൂപങ്ങളെ നമുക്ക് കാണിച്ചു തന്നിട്ട് സ്വയമേവ എന്താണ് പൂർണ്ണനാണ്. പക്ഷെ പ്രകൃതിയിൽ ജീവിക്കുമ്പോഴോ പല രീതിയിലുമുണ്ട്. പക്ഷെ തൻ്റെ ശാന്തിക്ക് ഇളക്കം തട്ടിയിട്ടില്ല. ഇത് കാണിക്കുന്ന ഭഗവാന്റെ രൂപത്തെ എനിക്ക് രണ്ട് കണ്ണുകളെ കൊണ്ടും വീണ്ടും വീണ്ടും കാണാൻ സാധിക്കണേ എന്ന പ്രാർത്ഥനയാണ് വേണ്ടത്. അപ്പോൾ ഇതൊക്കെ അങ്ങ് തരുമ്പോൾ ഞാൻ എന്തിനാ വേറെ ഇനി പഠിക്കേണ്ടത്? വേറെ മറ്റുള്ള അതായത് ഈ ഭൗതിക വിദ്യകളും സമ്പത്തും തരുന്ന ശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ പുറകെ ഞാൻ ഇതിന് പോകണം? അതൊന്നും ആവശ്യമില്ല. എനിക്ക് ഇതൊക്കെയാണ് വേണ്ടത്. മനസ്സിലായി? അപ്പോൾ ഭക്തൻ എന്താ ആഗ്രഹിക്കേണ്ടത്? ആയുരാരോഗ്യ സൗഖ്യം ഭക്തിയുടെ താഴ്ന്ന പടിയിൽ നിൽക്കുമ്പോൾ ഉള്ള അഭ്യർത്ഥന. യഥാർത്ഥ ഭക്തൻ എന്താ? നല്ല ഭക്തി തരൂ. വീണ്ടും ഉത്തമനായിരിക്കുന്ന ഭക്തിയാണെങ്കിലോ ഇനി എന്തെങ്കിലും ചോദിക്കാൻ തോന്നാതിരിക്കാനുള്ള അനുഗ്രഹം തന്നാൽ മതി എന്ന് പ്രഹ്ലാദകുമാരൻ പ്രാർത്ഥിച്ചതുപോലെയൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത്. ഒന്നും ചോദിക്കാതിരിക്കാനുള്ള അനുഗ്രഹം. ശരി, അപ്പോൾ അതൊക്കെയാണ് വേണ്ടത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഏത് രൂപത്തിലാണെങ്കിലും ശരി അല്ലേ, സാധാരണ നമുക്ക് ഭയം ഉണ്ട്. എന്തിനൊക്കെ ഭയം? ഏറ്റവും വലിയ ഭയം മരണഭയം. പിന്നെ ജീവിതത്തിലെ പല കഥകളും അനുഭവിക്കുന്ന സമയത്ത് ഇനി ഇതൊക്കെ വേണ്ടി വരുമോ അല്ലേ? ഇപ്പം ജനിക്കാൻ ഭയം, ജീവിതത്തിൽ പിന്നെ ആദ്യന്തം ഭയം തന്നെ.
പക്ഷേ നമുക്ക് നിർഭയരായിട്ട് ഇരിക്കാൻ സാധിക്കണം. അല്ലേ? അപ്പോൾ ഏത് രൂപത്തിലും പശുവായാലും കീടയായാലും ഏതായാലും വിരുദ്ധമില്ല, ഭഗവാനെ മറക്കാതിരിക്കാനുള്ള അനുഗ്രഹം കിട്ടിയാൽ. അപ്പോൾ എന്താ ഭക്തിയിൽ പ്രധാനം നമസ്കാരം. പിന്നെന്താ, വാക്കുകളെ കൊണ്ട് നമ്മളിങ്ങനെ കീർത്തിക്കാം. കീർത്തനം അല്ലേ, ഇപ്പോൾ സ്തുതിയുണ്ട്, നമുക്ക് കീർത്തനങ്ങളുണ്ട്, ശ്ലോകങ്ങളുണ്ട്, നാമങ്ങളുണ്ട്, മന്ത്രങ്ങളുണ്ട്. ഇത്രയും വൈവിധ്യം വേറെ എവിടെയില്ല. ഇതൊക്കെ എന്തിനാ? നമ്മുടെ വാഗീന്ദ്രിയത്തിന് കായേന വാചാ മനസ്സാ ആവണം സമർപ്പണം. കായം കൊണ്ടുള്ള സമർപ്പണമാണ് നമസ്കാരം. അതുകൊണ്ട് എപ്പോഴൊക്കെ സാധിക്കുന്നു, എപ്പോഴൊക്കെ ഓർമ്മ വരുന്നു, നമസ്കരിക്കാൻ മടിക്കരുത്. പ്രത്യേകം പറയാണ്, ഇപ്പം ശാരീരികമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും ഒരുപാട് പേർക്കുണ്ട്. എന്നാലും പറ്റുമ്പോഴൊക്കെ നമസ്കരിക്കണം. പ്രത്യേകിച്ചിട്ട് കുട്ടികളെ, ചെറുപ്പക്കാരെ നമസ്കരിക്കാൻ പഠിപ്പിക്കണം. ഇപ്പം നമസ്കാരം കുറഞ്ഞു വരികയാണ്. ഞാൻ കഴിഞ്ഞ കുറേ സദസ്സുകളിലും അതെനിക്ക് പറയേണ്ടി വന്നു. കാരണം ഇപ്പോൾ കുട്ടികളോടും നമസ്കരിക്കുമ്പോൾ ഇങ്ങനെ കാണിക്കലാണ് നമസ്കാരം. കാരണം എന്താ, മുതിർന്ന ആൾക്കാർ അങ്ങനെ ചെയ്യുന്നത്, നമസ്കരിച്ച് മാറ്റുക. അത് നമുക്ക് ശാരീരികമായിട്ടും നല്ലതാണ്, ആധ്യാത്മികമായിട്ടും ഏറ്റവും നല്ല ഒരു പദ്ധതിയാണ് നമസ്കാരം. അപ്പോൾ നമസ്കരിക്കുന്നതിന് എൻ്റേത്, ഞാൻ ഉണ്ടെങ്കിൽ എൻ്റേതുള്ളൂ. ഇത് രണ്ട് അഹന്ത മമതകളുടെ തിരസ്കാരമാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ അത് ചെയ്യാം. പിന്നെന്താ, നമുക്ക് ഇന്ദ്രിയങ്ങളിലൂടെ ആണ് മനസ്സിലേക്ക് വിഷയഭോഗ ചിന്ത വന്ന് ബുദ്ധി അത് ആ സാധന സാമഗ്രികളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നത്. ഇതിനെ എല്ലാത്തിനെയും തന്നെ മാറ്റിയിട്ട് അവിടത്തേക്ക് തിരിച്ച് ആ ഏകമായ പരമ്പൊരുളായ ശിവനിലേക്ക് തിരിക്കലാണ് ഭക്തൻ ചെയ്യേണ്ട അഭ്യാസം. അത് നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ശ്രമം കൊണ്ട് മാത്രം കിട്ടില്ല. അപ്പോഴാണ് പ്രാർത്ഥന. അല്ലേ? പ്രാർത്ഥിക്കുമ്പോൾ പുറമേ നിന്ന് എന്തെങ്കിലും നമുക്ക് ശക്തി കിട്ടുകയാണോ, അല്ലെങ്കിൽ പുറമേ നിന്ന് ആരെങ്കിലും സഹായിക്കണം? അല്ല. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഭഗവാനോട് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ഭഗവാനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്ന സമയത്ത് നമ്മളിൽ നിന്ന് തന്നെ നമ്മളുടെ പരമാവധി ശ്രമം അവിടേക്ക് വരുമ്പോൾ സംഭവിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ചേർത്തുകൊണ്ടാണ് അനേകം ശ്ലോകങ്ങളിൽ ശങ്കരാചാര്യർ ഇതിനൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ പറയുന്നത്. ഇപ്പം നാരായണ ഭട്ടതിരിപ്പാടും നാരായണീയം എഴുതാൻ തുടങ്ങുമ്പോൾ വാതരോഗം മാറ്റലാണ് ഉദ്ദേശമായിരുന്നത്, എല്ലാവർക്കും അറിയാം അല്ലേ? പക്ഷെ അവിടെ ഭഗവാന്റെ സാന്നിധ്യത്തിൽ വരുമ്പോൾ ആദ്യം തന്നെ പറഞ്ഞു പോയത് തന്നെ സ്പോണ്ടേനിയസ് ആയിട്ട് വന്നത് സന്ദ്രാനന്ദ അവബോധാത്മകളാണ് അല്ലേ? പിന്നെ പറഞ്ഞു വന്നപ്പോൾ എന്താ, ഏതാ എൻ്റെ ശരിയായിരിക്കുന്ന രോഗം? സംസാര രോഗമാണ്, ഭവരോഗം. അതിൽ നിന്ന് തന്നെ മുക്തി തരൂ അല്ലേ? അപ്പം ആദ്യമൊക്കെ ഈ ആരോഗ്യം കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ ആയിട്ടാണ് വന്നത്. പക്ഷെ ആ ശ്ലോകങ്ങളിൽ തന്നെ പറയുന്നുണ്ട്, എന്തിനു വേണ്ടിയിട്ടാണ് എനിക്ക് ആരോഗ്യം? പൂർവാധികം ശക്തിയോടുകൂടി ധനം സമ്പാദിക്കാനും വ്യക്തിബന്ധങ്ങളിലും കുടുംബസുഖത്തിലും മുഴുകാൻ വേണ്ടിയിട്ടല്ല ഭട്ടതിരിപ്പാട് പ്രാർത്ഥിച്ചത്. എന്തിനാണ്? ഇവിടെ കൂടുതൽ പ്രദക്ഷിണ നമസ്കാരം ചെയ്യാൻ സാധിക്കണേ, ഭഗവാനെ കൂടുതൽ അർച്ചന ചെയ്യാൻ സാധിക്കണേ അല്ലേ? അതാണ് ഉള്ളത്. വേറൊരു കവിത പറയും, പാദ തുളസീഘ്രാണം പരിഘ്രാണി, ഭഗവാന്റെ പാദത്തിൽ അർച്ചിക്കപ്പെട്ട തുളസിയെ മണക്കാൻ എൻ്റെ മൂക്ക് മുതിരട്ടെ. മൂക്കിൽ മറ്റു പല മണങ്ങളും ആസ്വദിക്കാനുള്ള പ്രവണത ശക്തമാണ്. ഭക്ഷണം കഴിക്കുന്നതിനേക്കാളും നമുക്കിഷ്ടമാണ് മണക്കുന്നത് അല്ലേ? മണത്താൽ തന്നെ ഭുജിച്ച ഫലമായി. അപ്പം എൻ്റെ ഘ്രാണം, എൻ്റെ ശ്രോത്രം, എൻ്റെ നയനം എല്ലാം അവിടേക്ക് തിരിയട്ടെ. പിന്നെ മനസ്സോ ഭഗവാന്റെ രൂപത്തെ ധ്യാനിക്കാൻ. അപ്പം എന്ത് ചെയ്യണം? ഇടയ്ക്കിടയ്ക്ക് രൂപവർണ്ണന വേണം അല്ലേ? അതുകൊണ്ട് ഇതിൽ ഭഗവാന്റെ രൂപത്തെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കും. രൂപത്തിൽ പ്രധാനമായിട്ട് നമ്മൾ എടുത്ത് കാണുന്നതാണ് അല്ലേ, സർപ്പവിഭൂഷണൻ. നോക്കൂ, ശിവന്റെ നമുക്ക് അനന്തമായിട്ട് ചിന്തിക്കാനുള്ളതാണ് അല്ലേ? ഓരോന്നും നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ്. നാഗഭൂഷണൻ, പന്നകഭൂഷണൻ, എല്ലാവരും പേടിക്കുന്ന സർപ്പത്തെ ഭഗവാൻ എന്താക്കി? തൻ്റെ അലങ്കാരമാക്കി അല്ലേ? സർപ്പം ഇങ്ങനെ ദേഹത്തെ കഴിഞ്ഞോണ്ട് നടന്നോട്ടെ. ഭഗവാൻ അചഞ്ചലനായി അല്ലേ, ശാന്തനായിട്ടിരിക്കുന്നു. എന്താണ് ഈ സർപ്പം? തല പത്തി വിടർത്തി വരുന്ന സർപ്പം എൻ്റെ ഉള്ളിൽ തന്നെ തിളച്ചു വരുന്ന കാമനകളാണ്.
കാമനകൾ വരും. ഞാൻ ഭക്തിയിലേക്ക് തിരിഞ്ഞു എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആഗ്രഹങ്ങളൊന്നും ഇല്ലാതിരിക്കില്ല, വരും. പക്ഷെ എന്ത് ചെയ്യണം? മാറി നിന്ന് കാണാം. സാക്ഷി ഭാവത്തിൽ നിന്ന് കാണുമ്പോൾ അത് വരുന്നു, കുറച്ച് നേരം നിലനിൽക്കുന്നു, പോകും. ദേഷ്യം വരുന്നു, കുറച്ച് പൊക്കോളും. നമ്മൾ താത്രാത്മയപ്പെട്ടാലോ ദുഃഖം. അതുകൊണ്ട് എന്താ, ജ്ഞാനസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ സർപ്പവിഭൂഷണനായിരിക്കുമ്പോൾ നമുക്ക് കാണിച്ചു തരുന്നു, ഇവിടെ ഒന്നിലും പരിഭ്രമിക്കാനില്ല. അത് ഓരോ ചിന്തകൾ വരുന്നു, പോകുന്നു, അത്രയേ ഉള്ളൂ. നീലകണ്ഠൻ അല്ലേ? അപ്പൊ നമുക്ക് എന്താ ഓർമ്മ വരുന്നത്? കണ്ഠത്തിൽ നീലം എന്താ? ഇത്രയും ഘോരമായ വിഷത്തെ കൈക്കുമ്പിളിലാക്കിയിട്ട് നമുക്ക് മാതൃക കാണിച്ച് സേവിച്ചവരാണ് അല്ലേ? ശങ്കരാചാര്യരുടെ അനേകം നേരത്തെ പറഞ്ഞില്ലേ, അദ്ദേഹത്തിൻ്റെ കാവ്യ ഭാവനയിലുള്ള അനേകം പ്രയോഗങ്ങളുണ്ട്. ഏറ്റവും അധികം പ്രകടമാകുന്നത് ശിവാനന്ദ ലഹരിയാണ്. ഒരുപാട് ഉപമകൾ, അലങ്കാരങ്ങൾ, വളരെ നല്ല അലങ്കാരങ്ങളാണ്. അപ്പോൾ ഈ ശിവന്റെ ഈ വിഷപാനം, കാളകൂട പാനത്തിന് ശങ്കരാചാര്യര് നല്ലൊരു ഇതില്ലേ, എന്താ ഒരു ഇതില്ലേ, നമ്മുടെ നാടൻ മരുന്നുകൾ, ആയുർവേദ മരുന്നൊക്കെ കഴിക്കുന്ന ഒരു ഗുടികാവ എന്നാ ചോദിക്കുന്നത്. ഈ അമൃതം ഉദ്ദേശിച്ചിട്ട് പാലാഴി കടഞ്ഞു തുടങ്ങിയപ്പോൾ പല കാളകൂടം വന്നു അല്ലേ, പിന്നെ പല സാധനങ്ങൾ വന്നു, അതിനൊക്കെ നിറച്ച ആൾക്കാരുണ്ടായിരുന്നു. കാളകൂടത്തിന് ആൾക്കാരില്ല. കാളകൂടം വരാൻ തുടങ്ങിയപ്പോൾ തന്നെ ദേവന്മാർ, അസുരന്മാരൊക്കെ പലരുടെയും കഥ കഴിഞ്ഞു മോഹാലസ്യപ്പെട്ടു, ഭയന്നോടി. ദേവന്മാർക്കും പേടിപിടിച്ചു. അവിടെ നിൽക്കുന്ന ആരും തയ്യാറായില്ല. അപ്പോഴാണ് ഭഗവാൻ അവിടെ വിളിച്ചിട്ടേ ഇല്ല, അറിയിച്ചിട്ടേ ഇല്ല. ആ സമയത്താണ് ശിവനെ ധ്യാനിച്ചത് അല്ലേ? ശിവനെ ധ്യാനിച്ചപ്പോൾ അപ്പം തന്നെ ശിവൻ വരാനുള്ള തയ്യാറ്. ഏതില്ല? വൃഷഭത്തിൻ്റെ പുറത്താണ് വരുന്നത്. ധർമ്മത്തിൻ്റെ പുറത്താണ് ശിവൻ. ധർമ്മമാണ് 4 കാലുള്ള കാലം. ധാർമ്മികനായിരിക്കുന്ന ശിവൻ എന്താ? എൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തമാണ്, ആവശ്യമുള്ളിടത്ത് എൻ്റെ സേവനം. അപ്പൊ എന്താ എന്നെ നേരത്തെ വിളിച്ചില്ല, എന്നോട് അന്ന് ബുക്ക് ചെയ്തില്ലല്ലോ, പറഞ്ഞില്ലല്ലോ, റിമൈൻഡ് ചെയ്തില്ലല്ലോ അല്ലേ? എന്നല്ല, അപ്പോഴാണ് പോയി പറഞ്ഞത്. ഇങ്ങനെ ഒരു വലിയൊരു ആപത്ഘട്ടത്തിലാണ്, ഒന്ന് വരുമോ? പിന്നെന്താ ഞാനതിന് നിൽക്കുന്നത്. അപ്പൊ എൻ്റെ ആവശ്യം, എനിക്ക് അവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ പോകണം. പോയപ്പോഴോ എല്ലാവരും ഇങ്ങനെ ഭീകരമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിൽക്കുകയാണ്. എന്താ അവിടെ വിഷമം? കാളകൂടം വരികയാണ്. അപ്പൊ ശിവൻ ഇത്രയേ ഉള്ളൂ എന്ന ലാഘവത്തോട് കൂടിയിട്ടാണ് എന്ത് ചെയ്തു? ഗുളികാവ, ഒരു ഗുളിക കഴിക്കുന്ന ലാഘവത്തോടു കൂടി കൈക്കുമ്പിളിൽ കിട്ടിയത് അല്ലേ? ഇതാണ് നമ്മുടെ സംസാരികൾക്ക് ഏറ്റവും മാതൃകാപരമായി കാണിച്ചു തരുന്നത്. ഇത്രയേ ഉള്ളൂ എല്ലാ അനുഭവങ്ങളും. സുഖം വരുമ്പോ അവൻ്റെ, അയ്യോ ദുഃഖം വരുമ്പോ അയ്യോ എനിക്ക് വേണ്ടേ അങ്ങനെയല്ല. രണ്ടിനെയും കൈനീട്ടി ചെയ്യും. എന്താ? എൻ്റെ കർമ്മങ്ങൾ ഫലങ്ങളാണ് എനിക്ക് കിട്ടുന്നത്. അതിനെ കൈനീട്ടി കഴിഞ്ഞാലോ അത് ഉൾക്കൊണ്ടു. ശിവൻ എന്താ ചെയ്ത്? ഉള്ളിൽ പോയാൽ ബ്രഹ്മാണ്ടങ്ങളൊക്കെ അകത്തുണ്ട്, അതൊക്കെ ദഹിച്ചു പോകും. പുറത്ത് പോയാലോ വിശ്വം മുഴുവനുണ്ട്, അത് ദഹിച്ചു പോകും. അതുകൊണ്ട് എന്ത് ചെയ്തു? ഒതുക്കി. അത്രയേ ഉള്ളൂ. ഒതുക്കി കഴിഞ്ഞപ്പോഴോ അതവിടെ ഉറച്ചു. അത് അലങ്കാരമായി അല്ലേ? നമുക്ക് നീലകണ്ഠനെ ഇഷ്ടമല്ലേ? നീലകണ്ഠൻ അല്ലേ? നീലകണ്ഠൻ. അപ്പം നമ്മൾ ആരാവണം? നീലകണ്ഠന്മാരാവണം. നമുക്ക് ശിവധ്യാനത്തിന് പറ്റാത്തത് എന്തുകൊണ്ടാണ്? 5 മിനിറ്റ് ശാന്തമായിട്ടിരുന്ന് ധ്യാനിക്കാൻ നമുക്ക് സാധിക്കാത്തത് കുറേ ഭൂതകാല ചിന്തകൾ, പോരായ്മകൾ, ചെയ്തു കൂട്ടിയ അപരാധങ്ങൾ അല്ലേ? അല്ലെങ്കിൽ പശ്ചാത്താപം, പാപചിന്ത, ഇതിൻ്റെയൊക്കെ ഫലം കിട്ടുമല്ലോ എന്നുള്ള ഭയം, പേടി, അപ്പം ഭാവിയെക്കുറിച്ചിട്ടുള്ള ആശങ്ക, ഭൂതകാലത്തിൻ്റെ നീണ്ട അനുഭവങ്ങളുടെ സ്മരണ അല്ലേ? ധ്യാനം എപ്പോഴാണ്? വർത്തമാനകാലത്തിൽ അവിടെ നിന്ന് ചിന്തിക്കുകയാണ്. അപ്പം ഇത് സാധിക്കാത്തത് ഈ അനുഭവങ്ങളോട് നമ്മൾ താതാത്മ്യപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നതുകൊണ്ടാണ്. ഇതിനൊക്കെ ഉള്ള ഒരു ഉപായമാണ് ശിവന്റെ രൂപം മുഴുവൻ പ്രതീകാത്മകമായിട്ട് നമുക്ക് കാണിച്ചു തരുന്നത് ഇല്ലേ? സാധാരണ എല്ലാവരും 2 കണ്ണാണ്. ഭഗവാന് അലങ്കാരമാണ്, തൃക്കണ്ണ് അല്ലേ? അത് 3-ാം കണ്ണ് തുറക്കും. എന്തിനാ തുറക്കുന്നത്? കാമനയെ ദഹിപ്പിക്കാനാണ്. നമ്മുടെ ഉള്ളിലുള്ള കാമനകൾ എങ്ങനെ ദഹിക്കും? അറിവാണ്, ജ്ഞാനദൃഷ്ടിയാണ് 3-ാം കണ്ണ്. എന്താ അറിവ്? ഞാൻ പൂർണ്ണനാണ്. അപ്പൊ എൻ്റെ മുമ്പിൽ പിന്നെ ഒരു കാമൻ ഇല്ല. അപൂർണതയിൽ നിന്നാണ്
കാമനകൾ വരുന്നത് അല്ലേ? അപ്പൊ ഞാൻ പൂർണ്ണനാണ് എന്ന ബോധമുറച്ച വ്യക്തിക്ക് ആ വ്യക്തിയെ കാമനൊന്നും ചെയ്യാൻ പറ്റില്ല. ഭഗവാൻ കണ്ണു തുറന്നതോടുകൂടി കാമനയെ ദഹിപ്പിച്ചു. അപ്പൊ നമ്മളിൽ തന്നെ ആണ് മൂന്നാം തൃക്കണ്ണം ഉണ്ടാവേണ്ടത്. രണ്ട് നിറഞ്ഞ ലോകത്തിൽ ജീവിക്കുമ്പോഴും അതിനെ പ്രകാശിപ്പിക്കുന്ന ഒന്നാകുന്ന ഞാൻ പൂർണ്ണനാണ് എന്ന ബോധത്തോടുകൂടി സ്ത്രീയും പുരുഷനും ജീവിച്ചു കഴിഞ്ഞാൽ ഈ കാമനകളുടെ വേലിയേറ്റത്തിൽ പെട്ടിട്ട് നമ്മളുടെ ഈ ഉപഭോഗ സംസ്കാരം അനുദിനം അനുനിമിഷം വർദ്ധിക്കില്ല. എന്താ ശാന്ത കുടുംബ ജീവിതത്തിന് വേണ്ടത്? മിതമായ ജീവിതം. ആരെപ്പോലെ? ശിവനെ പോലെ. ലളിത എളിയ ജീവിതം, ഉയർന്ന ചിന്ത. ഇന്ന് നമ്മളിൽ ഭൂരിപക്ഷം എങ്ങനെ ജീവിക്കുന്നത്? ഉയർന്ന ജീവിത നിലവാരം, എളിയ ചിന്ത. ഞാനും എൻ്റെ ഫോൺ ഞാൻ നിങ്ങൾക്ക് തരില്ല, ഭർത്താവ് കയ്യിലും ശരി, എൻ്റെ ഫോൺ നിങ്ങൾ നോക്കാൻ പറ്റില്ല, എൻ്റെ അക്കൗണ്ട്, എൻ്റെ സ്വത്ത്, എൻ്റെ ഷെയർ അല്ലേ? അവിടെ നമുക്ക് പരിമിതം. ഉയർന്ന സുഖഭോഗങ്ങൾ അല്ലേ? ഇപ്പൊ നമ്മളൊക്കെ പറയും, ഇപ്പൊ സത്സംഗത്തിൽ തന്നെ ഇത്രയും നേരമെങ്കിലും ഒക്കെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇരിക്കാൻ ഫാനും ചെയറും ഇതൊക്കെ ഉള്ളത് കൊണ്ട്, വരാൻ കറൊക്കെ ഇപ്പൊ നിരത്തൊക്കെ ഇരിക്കണം, പിന്നെ വൈകാ ഇതൊന്നുമില്ല, വീട്ടിൽ പോയിട്ട് ആര് വരാനും ഇല്ല. എന്താ നമുക്കൊക്കെ ഉയർന്നുയർന്ന് പോവാണ് നമ്മളുടെ ഭൗതിക സുഖങ്ങളൊക്കെ. ചിന്ത പരിമിതമാണ്. എപ്പോഴാണ് ശാന്തി ഉണ്ടാവുക? എളിയ ജീവിതം, ഉയർന്ന ചിന്ത അല്ലേ? ശിവന്റെ രൂപം നോക്കൂ, എളിയ വസ്ത്രം, ആരോ കൊന്നിട്ട് ഉപേക്ഷിച്ച് പോയ തോല് അല്ലേ? തലയോടാണ് ഭിക്ഷാപം, ശ്മശാന ഭസ്മാണ് ദേഹത്തിലുള്ള അലങ്കാരം. എല്ലാവരും ഭയക്കുന്നതാണ് ആഭൂഷണം. ഭഗവാൻ കൃഷ്ണനെ പോലെ മുരളീനാഥമല്ല, ഡമരുവാണ് മുഴക്കിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ വിചിത്രമായിട്ട് തോന്നാവുന്നതാണെങ്കിലും ശിവൻ അതിനെയൊക്കെ സ്വീകരിച്ചപ്പോൾ അതൊക്കെ വളരെ പവിത്രവും വിശേഷവും മഹത്വപൂർണവുമായി. ഇങ്ങനെ ലോകത്തിലൊന്നും നമുക്ക് ഉപേക്ഷണീയമായിട്ടില്ല, എല്ലാം ഭഗവത് സൃഷ്ടിയാണ് അല്ലേ? എളിമയിലാണ് സുഖം. അപ്പോൾ വരവറിഞ്ഞ് ചെലവ് ചെയ്യുക, ഉള്ളതറിഞ്ഞിട്ട് ജീവിക്കാൻ പഠിക്കുക. അപ്പോൾ നമുക്ക് എവിടെ ഏത് പ്രലോഭനങ്ങളിൽ ജീവിച്ചാലും ശാന്തമായിട്ടിരിക്കാൻ സാധിക്കും. അങ്ങനെ നമുക്ക് ശിവന്റെ രൂപം തന്നെ ഇങ്ങനെ നമുക്ക് ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ ഇത് മനസ്സിൽ ഉറച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകാഗ്രത. പക്ഷേ മനസ്സാണല്ലോ വലിയ പ്രശ്നം. അപ്പോൾ മനസ്സിനെ നമ്മൾ പറയും കുട്ടികളെ ഹാൻഡിൽ ചെയ്യുന്ന പോലെ വേണം. ചിലപ്പോൾ ചീത്ത പറയേണ്ടി വരും, ചിലപ്പോൾ ശിക്ഷ കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ അനുനയിപ്പിക്കേണ്ടി വരും, ചിലപ്പോൾ അങ്ങനെ പ്രശംസിക്കേണ്ടി വരും, ചിലപ്പോൾ സമ്മാനം കൊടുക്കേണ്ടി വരും അല്ലേ? പല ഇത് നോക്കിയിട്ട് വേണം നമ്മൾ അവരെ കൈകാര്യം. അതുപോലെ ഈ ശിവാനന്ദ ലഹരിയിൽ നമുക്ക് പല സൂചനകൾ തരുന്നുണ്ട്. ഈ മനസ്സിനെ നമുക്ക് എങ്ങനെ ഭൂതകാലത്തിലേക്കും ഭാവി കാലത്തിലേക്കൊന്നും പോവാതെ ഇപ്പോൾ ഭഗവാനിൽ താതാത്മ്യപ്പെട്ടുകൊണ്ട് എങ്ങനെ ഭജിക്കാൻ സാധിക്കും, അതിനു വേണ്ടിയിട്ട് എന്താ പ്രാർത്ഥന എന്നുള്ള ഒരു 2-3 കാര്യങ്ങൾ അതുകൂടി പറഞ്ഞ് ഞാൻ നിർത്താം. എനിക്ക് വളരെ ആകർഷകമായിട്ട് തോന്നിയിട്ടുള്ളതാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഒന്നെന്താ, എൻ്റെ മനസ്സ് ഈ പലപ്പോഴും ഇങ്ങനെ യുവതികളുടെ യുവാക്കളും പരസ്പര ആകർഷണങ്ങളിൽ പെട്ടിട്ടൊക്കെ അങ്ങനെ നടക്കുകയാണ് അല്ലേ? ഞാൻ വിചാരിച്ചാലൊന്നും എൻ്റെ മനസ്സിനെ ഭഗവാന്റെ പാദത്തിലേക്ക് നിർത്താനായിട്ട് സാധിക്കുന്നില്ല. അതിനിഷ്ടം ഈ എന്താ പറയുക, ദേഹ ചിന്തകളൊക്കെയാണ്. അങ്ങനെയുള്ളതിലേക്ക് അലഞ്ഞു നടക്കുമ്പോൾ എൻ്റെ മനസ്സ് എന്താ പറയുക, ധനത്തിലും സൗന്ദര്യത്തിലും അതിലൊക്കെ. അപ്പം അങ്ങ് എന്ത് ചെയ്യണം? അങ്ങ് ദേവൻ ഭിക്ഷക്കാരനല്ലേ അല്ലേ? ഭഗവാൻ ഭിക്ഷയായി. ആദ്യം പാർവതി ദേവിയിലിട്ട് തന്നെ ഭിക്ഷയായിരിച്ചു അല്ലേ? അങ്ങനെ ഭിക്ഷയ്ക്ക് പോവല്ലേ? ഇപ്പോൾ പണ്ടൊക്കെ ഓർമ്മയുണ്ടാവും, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, പണ്ടൊക്കെ ഭിക്ഷക്കാരൊക്കെ വരുമ്പോൾ എന്തെങ്കിലും ഇതൊക്കെ കയ്യിലുണ്ടാവും അല്ലേ? അതിലൊന്നാണ് പണ്ട് ഈ കുരങ്ങുകളെയൊക്കെ കൊണ്ടുവരും. കുരങ്ങ് അല്ലേ? ചടിക്കളിക്കടെ കുഞ്ചിരാമ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുരങ്ങനെയൊക്കെ മയക്കി എടുത്തിട്ട് ആ കുരങ്ങിനെ കൊണ്ട് 4 ചാട്ടമൊക്കെ ചാടിച്ചിട്ട് അപ്പോൾ വീട്ടമ്മമാർ കുറച്ചും കൂടി പൈസ കൊടുക്കും. അപ്പോൾ ഈ അടക്കമൊന്നുമില്ലാത്ത കുരങ്ങനെ അതിനെ പിടിച്ച് ട്രെയിൻ ചെയ്ത് വളയത്തിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ചാടിച്ച് അല്ലേ? പിന്നെ വളയമില്ലാതെയൊക്കെ ചാടി അങ്ങനെ അമ്മയെ പോയി നമസ്കരിക്കാനൊക്കെ നമസ്കരിച്ച് പോകും. കുരങ്ങനെങ്കിലും എന്നെ നമസ്കരിച്ചല്ലോ, അത് കുറച്ച് കൂടുതൽ. ഇപ്പോൾ വീട്ടിലാരും നമസ്കരിക്കണമെന്നുണ്ടാവില്ല. അപ്പോൾ കുരങ്ങെ നമസ്കരിച്ചു കുറച്ച് പൈസയൊക്കെ കൂടുതൽ കൊടുക്കും.
അപ്പൊ എന്തെങ്കിലും ഒരു വിദ്യ കാണിച്ചു കഴിഞ്ഞാൽ ഭിക്ഷ കൂടുതൽ കിട്ടും. നോക്കൂ, ഇങ്ങനെയൊക്കെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഏന പ്രകാരേണ മനഃകൃഷ്ണയെ വേശയേന, ഏതെങ്കിലുമൊക്കെ നമ്മൾ വിധി കണ്ടുപിടിച്ചിട്ട് മനസ്സിനെ ഭഗവാനിൽ നിർത്തണം. അതിലൊരു ഉപായം ശങ്കരാചാര്യ പറഞ്ഞു തരികയാണ്. അങ്ങ് ഈ ഭിക്ഷയ്ക്ക് പോകുമ്പോൾ എൻ്റെ മനസ്സാകുന്ന കൊരങ്ങനെ കൊണ്ടുപോകോളൂ. അങ്ങക്ക് ഇതൊക്കെ അടക്കി നല്ല പരിചയമുണ്ടല്ലോ, എനിക്കാണെങ്കിൽ അടക്കി കിട്ടുന്നില്ല. നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് ഈ സഹസ്രനാമം ചൊല്ലുന്നത്. സഹസ്രനാമം ഒരു ഭാഗത്ത് നടക്കും, നമ്മൾ ഓരോ ഭാഗത്തേക്ക് നടക്കുന്നത് അല്ലേ. ഭഗവാന്റെ അടുത്തേക്ക് വരുന്നത് അഭിഷേകം കാണാൻ നിൽക്കുന്നതും ഒക്കെ അതിനു വേണ്ടിയിട്ടാണ്. പക്ഷെ അവിടെ മാത്രം മനസ്സ് നിൽക്കില്ല. അപ്പൊ അങ്ങ് ഒരു കാര്യം ചെയ്യൂ, ഈ ദേശാന്തരങ്ങളിൽ ഇങ്ങനെ പോകുന്നില്ലേ, മനസ്സിലതൊക്കെ കാണാൻ ഇഷ്ടമാണ്, ഇനി കൂടെ കൊണ്ടുപോയിക്കോളൂ. അങ്ങനെയാണെങ്കിൽ ഇതിനെ മയക്കാൻ നിയന്ത്രിക്കാൻ നല്ല ശക്തിയുണ്ടല്ലോ. അങ്ങ് എൻ്റെ മനസ്സാകുന്ന അങ്ങേക്ക് നല്ലോണം ഭിക്ഷയും കിട്ടും, എൻ്റെ മനസ്സിനെ അനങ്ങിക്കിടക്കുന്നു. മറ്റൊരു സ്ഥലത്ത് പറയുന്നു, എൻ്റെ മനസ്സ് ചിറകടിച്ച് പറക്കുന്ന പക്ഷികളെ പോലെ. പക്ഷികൾക്ക് ഇങ്ങനെ ഉയരെ പറന്ന് പോകണം അല്ലേ. പക്ഷികൾ ചേക്കേറാനാവുമ്പോഴാണ് കൂടെ അന്വേഷിച്ചത്. ഇപ്പോൾ എൻ്റെ മനസ്സാകുന്ന പക്ഷി ഈ ഭൗതിക സുഖങ്ങൾ തേടി ഇങ്ങനെ പോവാണ്. അതെന്ത് ചെയ്യണം? അതിനെ ഭഗവാന്റെ പാദമാകുന്ന നീടം കൂടിൽ, ഭഗവാന്റെ പാദത്തെ ഞാനൊരു കൂടായിട്ട് കാണുന്നു, ആ പാദത്തിൽ നിന്ന് അടച്ചിരുത്തണേ. അല്ലാണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിൽക്കുന്നില്ല. അങ്ങനെ നമ്മൾ ശ്രമിക്കണം. എങ്ങനെയാണ്? നമുക്ക് എല്ലാ സ്വാതന്ത്ര്യമുണ്ട് ഭക്തന്റെ അടുത്ത്. അപേക്ഷിക്കാം, ആവശ്യപ്പെടാം, സങ്കടം പറയാം, എല്ലാം പറയാം, ഏതെങ്കിലും തരത്തിൽ ഭഗവാന്റെ അടുത്ത്. അപ്പോൾ ഇതിൽ മനസ്സിനെയാണ് നമുക്ക് കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടെന്നറിഞ്ഞുകൊണ്ട് ഈ കൃതിയിൽ കൂടുതലായിട്ട് മനസ്സിനെ മെരുക്കാനായിട്ട് ഭഗവാനോട് നമ്മൾ എങ്ങനെയൊക്കെയാണ് സഹായം ചോദിക്കേണ്ടത് എന്ന് കളിച്ചത്. മറ്റൊന്നുണ്ട്, അത് ഇതുപോലെ വളരെ ആകർഷകമാണ്. എനിക്ക് പലപ്പോഴും ഈ വേട്ടേക്കരൻ്റെ അടുത്ത് പോകുമ്പോൾ ഓർമ്മ ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ വടക്കനാഥനിലൊക്കെ പോകുമ്പോൾ അത് തനിയെ ഇവിടെ ഓർമ്മ വരും. വേട്ടക്കരൻ എന്നാണ് വേട്ടേക്കരൻ. അതുപോലെ ആ വേട്ടേക്കരനായിരിക്കുന്ന ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് കിരാതമൂർത്തി, ആദികിരാതമൂർത്തി എന്ന് പറഞ്ഞിട്ട് പറയണം. അങ്ങ് എന്തിനാ വേട്ടയാടുന്നത്? മൃഗങ്ങളെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലേ. എത്ര നേരം ഈ ഘോരവനത്തിൽ പോയാലാണ് കുറച്ച് മൃഗങ്ങളെ കിട്ടാം. അങ്ങക്ക് എത്ര ബുദ്ധിമുട്ടാണ്. ഇവിടെ ആണെങ്കിലോ ഇതാ എൻ്റെ മനസ്സാവുന്ന കാട്ടിൽ ഇങ്ങോട്ട് കയറിക്കോളൂ. ഇവിടെ ക്രൂര മൃഗങ്ങൾ ആലറി നിലവിളിക്കുന്നുണ്ട്. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, അസൂയ, സംശയം, ഇതൊക്കെ ഉണ്ട്. അപ്പൊ രണ്ട് കാര്യം എന്താ, അങ്ങ് വേട്ടയാടി ഇങ്ങനെ വേട്ടയാടി പേടിയൊക്കെ വെച്ചിട്ട് ഇതിനകത്ത് പോകുമ്പോൾ എൻ്റെ മനസ്സാകുന്ന കാട് വൃത്തിയായി കിട്ടും. കാരണം ഇവിടുത്തെ ദോഷങ്ങളൊക്കെ പോയി കിട്ടില്ലേ. അങ്ങേക്ക് ഇഷ്ടം പോലെ മൃഗങ്ങളിരിക്കും. ആ മൃഗയാ വിനോദം എൻ്റെ ഹൃദയത്തിലാകട്ടെ. അപ്പൊ എൻ്റെ ഹൃദയമാകുന്ന വനത്തിനെയാണ് ഞാൻ നമസ്കരിക്കുമ്പോൾ ഭഗവാന് കൊടുക്കുന്നത്. അവിടുന്ന് ഇവിടെ വിഹരിക്കൂ, മൃഗയാ വിനോദം ആവട്ടെ. എത്ര നല്ല പ്രാർത്ഥന നോക്കൂ അല്ലേ. പിന്നെന്ന് പറയുന്നു, അങ്ങ് ഈ ഇതിനൊക്കെ പോകുന്ന സമയത്ത് എത്ര ഘോരമായിരിക്കുന്ന യാത്ര ചെയ്തിട്ട് കട്ടിയുള്ള പാറ അതൊക്കെ കയറി പിടിച്ചതൊക്കെ വേണ്ട പോണ്ടേ. ഇവിടെ വന്നോളൂ. അങ്ങ് വന്നാലോ ഇവിടെയൊക്കെ ആർദ്രമാവും. ഭക്തിക്ക് വേണ്ടത് ആർദ്രതയാണ്. എൻ്റെ ഹൃദയ ഗുഹയിൽ ഇത്തിരി നേരം വന്ന് ഇരിക്കൂ അല്ലേ. ഇപ്പൊ ഭഗവാൻ ഇരുന്ന് കഴിഞ്ഞാലോ ദേവാലയമാണ് അല്ലേ. അതുകൊണ്ടാണ് ജഹ രാമഹേ തഹ കാമനേ, ജഹ കാമഹേ തഹ രാമനേ. രാമനെ നമ്മൾ കുടിയിരുത്തി കഴിഞ്ഞാൽ കാമനകൾ വരില്ല. കാമനകൾ നിറഞ്ഞാൽ രാമന് വരാൻ സ്ഥലം ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ മനസ്സിൽ ആരാ നിറയേണ്ടത്? ശിവതത്വം നിറയേണ്ടത്. മനസ്സിലായോ? അപ്പോ ഭഗവാൻ, ഭഗവത് തത്വത്തിനെ സദാ സ്മരിക്കലാണ് ഭക്തി. അപ്പോൾ എന്താ ഭഗവത് തത്വം എന്ന് പറഞ്ഞാൽ? ഭഗവാൻ എന്ന് പറഞ്ഞാൽ എല്ലാ ഭഗങ്ങളും ഉള്ളത്, എല്ലാ ഐശ്വര്യങ്ങളും എന്ന് പറഞ്ഞാൽ സർവത്ര നിറഞ്ഞു നിൽക്കുന്ന പരമ്പൊരുളാണ്, സർവവ്യാപിയാണ്, സച്ചിദാനന്ദമാണ്, ബ്രഹ്മമാണ്. അതിനെയാണ് ഒറ്റ വാക്കിൽ എന്ന് പറഞ്ഞത് ശിവൻ. ശിവൻ സ്വതവേ മംഗളമൂർത്തിയാണ്, സ്വയം മംഗളസ്വരൂപനാണ്. മംഗളത്തെ പ്രദാനം ചെയ്യും. ശംഭോ, ശങ്കര, ശർമ്മ, ശർമ്മ, ശർമ്മ. അപ്പോൾ ആ ഭഗവാനെ നമ്മൾ നിരന്തരം സ്മരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ സ്വരൂപത്തെ തന്നെയാണ് സ്മരിക്കുന്നത്. എന്താ സ്മരണ? ശിവോഹം, ശിവോഹം, ശിവോഹം. ശരി, അങ്ങനെ ആവട്ടെ നമ്മുടെ
ജീവിതം. അപ്പോഴോ നമ്മുടെ ജീവിതം ഭാരമല്ലാതെ, നമുക്ക് അതൊരു ദുഃഖഭൂയിഷ്ടമല്ലാതെ, നമുക്ക് നിരാശാഭരിതമാവാതെ നല്ല സന്തോഷത്തോടുകൂടി നിറവോടുകൂടി ആനന്ദ ലഹരിയിൽ ഇങ്ങനെ ആറാടിക്കൊണ്ട് ജീവിക്കാൻ സാധിക്കണം. അതാണ് കൃപാസിന്ധുക്കളായ നമ്മുടെ ആചാര്യന്മാർ അവരുടെ പരമാവധി അവർ ശ്രമിച്ചുകൊണ്ട് നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഭക്തി ഗ്രന്ഥങ്ങളായിട്ടും ദേവാലയങ്ങളായിട്ടും ആരാധനാ സമ്പ്രദായങ്ങളായിട്ടും നാമങ്ങളായിട്ടും മന്ത്രങ്ങളായിട്ടും സ്തോത്രങ്ങളായിട്ടും ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കുറച്ചും കൂടി ആസ്വാദനം, പഠിക്കാൻ എളുപ്പം ഗദ്യത്തെക്കാളും പദ്യമാണ്. അതുകൊണ്ട് ശങ്കരാചാര്യര് വളരെയധികം പദ്യകൃതികളെ കൊണ്ടാണ് ശിവനെ സ്മരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതിൽ ഒന്നായിരിക്കുന്ന ഈ ശിവാനന്ദ ലഹരി നമുക്ക് കൂടുതൽ കൂടുതൽ ഈ ഭക്തിയെ വർദ്ധിപ്പിക്കാനും ഭക്തിയെ അറിയാനും ഭക്തിയെ അനുഷ്ഠിക്കാനും ഉള്ള ഒരു പ്രചോദനം തരട്ടെ. ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ അല്ലേ, ശിവനും ശക്തിയും ഒന്നുമാണ് എന്ന പോലെ നമ്മളെല്ലാവരും ആ പരമാത്മ ചൈതന്യം തന്നെയാണ്. എൻ്റെ ഉള്ളിൽ പരമാത്മാവുണ്ട് എന്നല്ല, ഞാൻ ആ പരമാത്മാവാണ്. അല്ലേ, അതറിയാൻ ശ്രമിക്കുന്ന ഞാനാകുന്ന ജീവൻ പരമാത്മാവ് തന്നെ ആണ് എന്ന അറിവിലേക്ക് എത്താനാണ് എല്ലാ ശ്രമങ്ങളും. അതുകൊണ്ട് ഈ പാർവതി പരമേശ്വരന്മാരെ ഒരുമിച്ച് ജപിക്കുന്നതും കീർത്തിക്കുന്നതും നമുക്ക് സാധാരണ ജീവിതത്തിൽ കുറച്ചും കൂടി എളുപ്പമാണ്. കാരണം നമ്മുടെ മനസ്സ് അല്ലേ ജഡ ചൈതന്യമാണ്. അപ്പം അതിലിങ്ങനെ താതാട്ടപ്പെട്ടതായതുകൊണ്ട് അത് കൂടുതൽ നമുക്ക് ഗുണം ചെയ്യും. ഇത് ശങ്കരാചാര്യ തന്നെ ഈ കഴിഞ്ഞ തിരുവാതിര ദിവസങ്ങളിൽ നമ്മൾ സത്സംഗങ്ങളിൽ ഓർമ്മിക്കുകയുണ്ടായി. ശങ്കരാചാര്യരുടെ ഉമാമഹേശ്വര സ്തോത്രം. ഉമാമഹേശ്വരന്മാരെ സ്തുതിക്കുന്നത് ദമ്പതികൾക്ക് ബഹുവിശേഷമാണ്. പ്രത്യേകിച്ചൊരു സ്ത്രീകൾ വളരെ നല്ലതാണെന്ന് പറയും, ഇങ്ങനെയുള്ള ദീർഘസൗമംഗല്യം നിലനിൽക്കാനായിട്ട്. അപ്പോൾ അതിൽ പറയുന്നു, ആ ഒരു ശ്ലോകവും കൂടി പറഞ്ഞിട്ട് ഞാൻ സമർപ്പിക്കാം. അതിൽ പറഞ്ഞതുപോലെ ആരാണ്? നമഃശിവാഭ്യാം നവയൗവനാഭ്യാം പരസ്പരാശ്ലിഷ്ടവപുർധരാഭ്യാം നഗേന്ദ്രകന്യാവൃഷകേതനാഭ്യാം നമോ നമ ശങ്കരപാർവതീഭ്യാം. ശങ്കരപാർവതിമാരെ പാർവതീ പരമേശ്വരന്മാരെ നമസ്കരിക്കുന്നു. ശങ്കരപാർവതിമാരെ അവര് പരസ്പരം തപസ്സിലൂടെ നേടിയതാണ്, പരസ്പര ഐക്യത്തിലൂടെ ഒരുമിച്ച് നിൽക്കുന്നതാണ്. ഇതുപോലെ ജീവാത്മാ പരമാത്മാ ഐക്യം നമ്മളിൽ ഈ എത്രയും വേഗം സംഭവിക്കട്ടെ. അപ്പോൾ നമുക്ക് പറഞ്ഞില്ലേ, നമ്മുടെ മനസ്സിങ്ങനെ ചിതറിപ്പോകുന്നത് ഈ അനുഭവങ്ങളുമായിട്ടുള്ള താതാത്മ്യം കൊണ്ടാണ്. അപ്പോൾ അനുഭവങ്ങൾ വരുമ്പോൾ അതിനെയൊക്കെ സാക്ഷിഭാവത്തിൽ നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ നമ്മുടെ കുടുംബജീവിതത്തിലും ഈ എന്താ പറയുക, പരസ്പരം അറിഞ്ഞുകൊണ്ട് സത്യത്തെ അറിഞ്ഞുകൊണ്ട് ജീവിച്ചാൽ മതി. അതുകൊണ്ട് അതിൽ തന്നെ മറ്റൊരു ശ്ലോകം കൂടെ പറയുന്നുണ്ട്. ഇവരെ തന്നെ പ്രകീർത്തിക്കുന്ന മറ്റൊരു ശ്ലോകമുണ്ട്. അതിൽ ഇവരെങ്ങനെയാണ് നമുക്ക് മാതൃക കാണിച്ചു തരുന്നത്? നമഃശിവാഭ്യാം അതിസുന്ദരാഭ്യാം. പാർവതിക്കാണോ സൗന്ദര്യം? ശിവന്റെ സൗന്ദര്യം വേറൊരു ലെവലാണ് അല്ലേ, ഗാംഭീര്യം. അപ്പോൾ രണ്ട് കൂട്ടരും രണ്ട് തരത്തിൽ ബാഹ്യ സൗന്ദര്യവും ആന്തരിക സൗന്ദര്യവും ഉള്ളതാണ്. അതാണ് ദ്വയാണ്, ദ്വൈതം, എന്താ പറയുക, ദ്വിവചനം. അടുത്ത ശ്ലോകത്തിൽ പറഞ്ഞു പരസ്പര ആസക്ത നിജ പദം ഹൃദംബുജാഭ്യാം. അവരെങ്ങനെ ജീവിക്കുന്നു? പരസ്പര ആസക്ത, വിഷയാസക്തന്മാരായിട്ടല്ല, ശിവൻ ശക്തിയിൽ ശക്തി ശിവനിൽ ആസക്തി ജീവിച്ചുകൊണ്ട്. എന്തിനാണ് അവർ ദാമ്പത്യ ജീവിതം നയിക്കുന്നത്? എൻ്റെ സ്വത്തിന് അവകാശങ്ങൾ ഉണ്ടാകണം, എൻ്റെ ആഗ്രഹം നോക്കണം, എന്നെ വയസ്സുകാലത്ത് നോക്കണം എന്നുള്ള ഉദ്ദേശത്തിലല്ല. അശേഷ ലോകൈകഹിതങ്കരാഭ്യാം, സമസ്ത ലോകത്തിലെയും എല്ലാവർക്കും ഹിതം ചെയ്യാനായിട്ട് എനിക്കൊരു കുടുംബജീവിതം വേണം. അവിടെ ദാനധർമാദികൾ, അഹിംസ, സത്യം, ബ്രഹ്മചര്യം, അപരിമേയം, മൊത്തത്തിൽ യമനിയമാദികളൊക്കെ പാലിച്ചുകൊണ്ട് നമുക്ക് മാതൃകാ ദമ്പതികളായിട്ട് വിരാജിക്കുന്ന ശ്രീ പാർവതി പരമേശ്വരന്മാരെ സ്തുതിക്കുന്നു.
അതുപോലെ ഈ ശിവൻ തന്നെയാണ് മല്ലികാർജുനനായിട്ട് ദ്വാദശ 50ാമത്തെ ശ്ലോകത്തിൽ മല്ലികാർജുനനെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പശുപതിനാഥനെയും എല്ലാ പ്രധാന മൂർത്തികളെയും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പല രീതിയിൽ ഭഗവാന്റെ വൈഭവം മഹിമ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുന്നതോടൊപ്പം ആ ഭഗവത് തത്വത്തെ ബുദ്ധിയെ കൊണ്ടറിയാനും അത് പ്രതിനിധാനം ചെയ്യുന്ന ഭഗവാന്റെ സ്വരൂപത്തെ മനസ്സുകൊണ്ട് ധ്യാനിക്കാനും കണ്ണ്, ചെവി, നാവ്, മൂക്ക്, ത്വക്ക് മുതലായ എല്ലാ ഇന്ദ്രിയങ്ങളെയും അതിലേക്ക് കേന്ദ്രീകരിക്കാനും നമ്മളുടെ കർമ്മങ്ങളെയെല്ലാം അവിടുത്തെ അർച്ചനകളായിട്ട് സമർപ്പിക്കാനും നമ്മുടെ വാക്കുകളെല്ലാം അവിടുത്തെ സ്തുതികളായിട്ട് സമർപ്പിക്കാനും നമ്മളുടെ നമസ്കാരം നമ്മളെ തന്നെ അവിടെ നേരിച്ച് നമുക്ക് കിട്ടുന്ന ജീവിതാനുഭവങ്ങളെ ശിവപ്രസാദമായിട്ട് സന്തോഷത്തോടു കൂടി ഭുജിച്ചുകൊണ്ട് ആനന്ദിക്കാനുമാണ് പറയുന്നത്. അങ്ങനെയൊക്കെ നമുക്ക് സാധിക്കട്ടെ. ശ്രീ ഭഗവാൻ പരമേശ്വരനും ശ്രീ പാർവതീദേവിയെയും സച്ചിദാനന്ദ മൂർത്തിയായിരിക്കുന്ന നാരായണ ഭഗവാനും നമുക്ക് ഈ ഭക്തി ശ്രദ്ധകൾ തന്ന് അനുഗ്രഹിക്കട്ടെ. നിറഞ്ഞ ഭക്തി തന്ന് നമ്മളെ അനുഗ്രഹിച്ച നമ്മുടെ ജീവിതം ധന്യമായി. അങ്ങനെ ധന്യമായൊരു ജീവിതം നമുക്ക് നയിക്കാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവം ശിവാർപ്പണമസ്തു. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹമായിട്ടെടുക്കുക. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് നമ്മളുടെ ശ്രദ്ധക്കുറവുകൊണ്ടാണെന്ന് ക്ഷമിക്കുക. ഏതായാലും നമുക്ക് നമ്മുടെ ഈ പ്രവചനവും കേൾവിയൊക്കെ ഭഗവന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കാം. എല്ലാവരും ഒരു മിനിറ്റ് കൂടെ ഒന്ന് കണ്ണടച്ചിരുന്ന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്ക് ആയുരാരോഗ്യ സൗഖ്യവും ആധ്യാത്മികമായ ഉയർച്ചയും അതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ പരമലക്ഷ്യമായ സത്യസാക്ഷാത്കാരവും സാധിക്കണേ എന്ന പ്രാർത്ഥനയോടുകൂടി നമ്മുടെ സഹജീവികൾക്കെല്ലാം ക്ഷേമമുണ്ടാകണേ എന്ന് ആത്മാർത്ഥമായിട്ട് ശ്രീ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. മൃത്യുഞ്ജയനായ ഭഗവാനെ നമുക്ക് നമസ്കരിച്ച് അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന എല്ലാ ന്യൂനതകളെയും അവിടെ സമർപ്പിക്കാം. ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോർമുക്ഷീയമാമൃതാത്. ഓം നമസ്തേസ്തു ഭഗവൻ വിശ്വേശ്വരായ മഹാദേവായ ത്രയംബകായ ത്രിപുരാന്തകായ ത്രികാലാഗ്നികാലായ കാലാഗ്നിരുദ്രായ നീലകണ്ഠായ മൃത്യുഞ്ജയായ സർവേശ്വരായ സദാശിവായ ശ്രീമന്മഹാദേവായ നമഃ. ഓം असतो मा सद्गमय तमसो मा ज्योतिर्गमय मृत्योर्मा अमृतं गमय. ॐ पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते. ॐ शान्ति शान्ति शान्तिः. हरिः ॐ श्रीगुरुभ्यो नमः. हरिः ॐ. करचरणकृतं वा कायजं कर्मजं वा श्रवणनयनजं वा मानसं वा पराधं विहितमविहितं वा सर्वमेतत्क्षमस्व. शिव शिव करुणाब्धे श्रीमहादेव शम्भो. जय जय करुणाब्धे श्रीमहादेव शम्भो. हर नमः पार्वतीपतये. हर हर महादेव. श्री सद्गुरुनाथ महाराज की. ചിന്മയാനന്ദ സ്വാമികളുടെ 108ാമത് ജന്മവാർഷികമാണ് ഈ 2024. അതിനോടനുബന്ധിച്ച് തൃശ്ശൂർ ചിന്മയാന മിഷൻ 108 വേദികളിൽ ഇങ്ങനെയുള്ള സത്സംഗങ്ങൾ നടത്തി വരുന്നുണ്ട്. നമ്മുടെ ഗുരുക്കന്മാർ നിലകൊണ്ടത് നമ്മുടെ ആത്മജ്ഞാനം ഈ ജന്മത്തിൽ നേടേണ്ടതിൻ്റെ ആവശ്യകത നമ്മളെ ഓർമ്മിപ്പിക്കാനും അതിലേക്ക് പ്രേരിപ്പിക്കാനും അതിന് മാർഗദർശനം നൽകാനും. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ഈ സത്സംഗങ്ങളിൽ ഓർമ്മിപ്പിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ ഈ ഒരു സത്സംഗം. അപ്പോൾ നിങ്ങളെ എല്ലാവരെയും അതുകൂടി ഓർമ്മിപ്പിക്കുകയാണ്.
ചിന്മയാനന്ദ സ്വാമിജികളാണ് നമുക്ക് ഭഗവത്ഗീത സാധാരണക്കാർക്ക് ഇത്രയും പ്രാപ്യമാക്കിയത്. അതുകൊണ്ട് ഭഗവത്ഗീത പഠനവും നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കുക. ചിന്മയാമിഷൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലേക്കും നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും അത് ഉപയോഗപ്പെടുത്തണം. ഗുരുവായൂർ കിഴക്കേനടയിൽ ചിന്മയാമിഷൻ പ്രസിദ്ധീകരണങ്ങൾ ഇപ്പോൾ ലഭ്യമാണ്. സ്വാമിജിയുടെ ഭഗവത്ഗീത വളരെ ഉപകാരപ്രദമാണ് നിത്യജീവിതത്തിലേക്ക്. അതുകൂടി പറഞ്ഞുകൊണ്ട് ഈ ഒരു വേദി ഇവിടെ ഒരുക്കി തന്ന അതിൻ്റെ ഭാരവാഹികളെ പ്രത്യേകം ചിന്മയാമിഷൻ്റെ കൃതജ്ഞത അറിയിക്കുന്നു. എല്ലാവർക്കും സകുടുംബം ക്ഷേമം ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഹരിയും.